ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണി പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം എപ്പിസോഡ് 118. ലുത്തിനിയായെ കുറിച്ചുള്ള നമ്മുടെ ധ്യാനം 31. ഈ ലുത്തിനിയായ മരിയൻ ജപമാലയിൽ ലുത്തിനിയായില് വാഴ്ത്തുമൊഴികളുണ്ട്. അതിൽ 28ാമത്തെ വാഴ്ത്തുമൊഴി ബഹുമാനത്തിന്റെ പാത്രം. മറിയം ബഹുമാനത്തിന്റെ പാത്രം, വെസൽ ഓഫ് ഓണർ എന്ന് ഇംഗ്ലീഷില്, വാസ് ഹൊണറാബിലെ എന്ന് ലത്തീനിൽ, വാസ് ഹൊണറാബിലെ. പരിശുദ്ധ കന്യകാമറിയം സക്രിയാസിന്റെ വീട്ടിലെത്തിയപ്പോൾ സക്രിയാസിന്റെ ഭാര്യ എലിസബത്ത് ഇങ്ങനെയാണ് മറിയത്തോട് പറഞ്ഞത്: നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. അനുഗ്രഹിക്കപ്പെട്ടത് അതിന് ഗ്രീക്കില് ലൂക്കാസ് 1:42 അതിൽ ഗ്രീക്കിലെ വാക്ക് എവുലോഗേ മേനെ എന്നാണ്. എവുലോഗേ മേനെ അനുഗ്രഹിക്കപ്പെട്ടവള് എന്ന് നാം മൊഴിമാറ്റം ചെയ്യുന്നു. ഹീബ്രുവില് ബാറുഖ് എന്നാണ്, ബാറുഖ്. ലത്തീനില് ബെനദിക്ത. അനുഗ്രഹീത, ധന്യ, വാഴ്ത്തപ്പെട്ടവൾ, അനുഗ്രഹിക്കപ്പെട്ടവൾ എന്നെല്ലാം ഇതിനർത്ഥമുണ്ട്. ഈ അനുഗ്രഹിക്കപ്പെട്ടവൾ അപ്പൊ വേറെ ആരോ അനുഗ്രഹിച്ചെന്നല്ലേ? അനുഗ്രഹിക്കപ്പെട്ടവൻ വേറെ ആരോ അനുഗ്രഹിച്ചു. അപ്പൊ അതിനെ തിയോളജിക്കൽ പാസീവ് എന്നാ പറയാം. അതായത് ദൈവശാസ്ത്ര കർമ്മണി പ്രയോഗം. ആരാണ് അനുഗ്രഹിച്ചത്? ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. നീ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് പറഞ്ഞാൽ ഇല്ലേ, കർത്തരി പ്രയോഗമാണെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവം നിന്നെ ധന്യയായി കണ്ടിരിക്കുന്നു. ദൈവം നിന്നെ ബഹുമാനിച്ചിരിക്കുന്നു. ദൈവം നിന്നെ കൃപയുടെ നിറവിൽ കണ്ടിരിക്കുന്നു. നീ വാഴ്ത്തപ്പെട്ടവളാണ്. ഇങ്ങനെയൊക്കെ തന്നെ അർത്ഥം. നീ വാഴ്ത്തപ്പെട്ടവൾ, ദൈവം നിന്നെ വാഴ്ത്തപ്പെട്ടവളായി കണ്ടിരിക്കുന്നു. ഇങ്ങനെ നിരവധി അർത്ഥങ്ങളുണ്ട്. അതായത് ദൈവം നിന്നെ വാഴ്ത്തപ്പെട്ടവളായി കണ്ടിരിക്കുന്നു. നമ്മള് കുർബാനയ്ക്ക് വാഴ്ത്തി എന്ന് പറയുന്നില്ലേ? എവുലഗമൻ എന്ന വാക്കാണ് ഇല്ലേ? അപ്പം എടുത്തു, കൃതജ്ഞതാസ്തോത്രം ചെയ്തു, വാഴ്ത്തി. പരിശുദ്ധാത്മന്റെ ഇറങ്ങി വരവനെയാണ് വാഴ്ത്തി എന്ന് പറയണേ. അതിനെ ഇല്ലേ വാഴ്ത്തി. എവുലഗമൻ എന്ന വാക്കാണ്. അപ്പോൾ ഈ നീ അനുഗ്രഹീതയാണ്, നീ ധന്യയാണ്, നീ വാഴ്ത്തപ്പെട്ടവളാണ്. ദൈവം തന്നെ വാഴ്ത്തപ്പെട്ടവളായി കണ്ടിരിക്കുന്നു. ദൈവം തന്നെ ബഹുമാനത്തിന്റെ പാത്രമായി കണ്ടിരിക്കുന്നു. മറിയത്തെ ദൈവം ബഹുമാനിച്ചതുകൊണ്ട്, മറിയത്തെ ദൈവം വാഴ്ത്തപ്പെട്ടവളായി കണ്ടതുകൊണ്ട് നമ്മളും അവൾ വാഴ്ത്തപ്പെട്ടവളായി പരിഗണിക്കുകയും കാണുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ദൈവം അവൾ അനുഗ്രഹീതയായി, ധന്യയായി, വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുകയും കണ്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചാൽ നമ്മൾ വാഴ്ത്തപ്പെട്ടവളെ കാണണ്ടേ? അതാണ് നമ്മൾ ചെയ്യുന്നത്. പെന്തക്കോസ്തക്കാരെ, ദൈവസഭക്കാരെ, യഹോവ സാക്ഷികളെ, നിങ്ങളത് കേൾക്കൂ. നിങ്ങൾ ആ ഗ്രീക്കൊക്കെ ഒന്ന് അറിയുമെങ്കിൽ അത് വായിച്ചു നോക്കൂ. അപ്പോ ഒന്നാമത്തെ മറിയത്തിന്റെ ആദ്യത്തെ ഭാഗ്യം എന്ന് പറയുന്നത് ദൈവം അവളെ വാഴ്ത്തപ്പെട്ടവളായി കണ്ടിരിക്കുന്നു. ദൈവം അവളെ വാഴ്ത്തപ്പെട്ടവളായി കണ്ടിരിക്കുന്നു. നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ, അനുഗ്രഹിക്കപ്പെട്ടവൾ. നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത് അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടവൻ. ഇതാണ് നമ്മള് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നുള്ള പ്രാർത്ഥനയിൽ ഇത് തന്നെയും നമ്മൾ ചൊല്ലുന്നത്. മറിയത്തിന്റെ ഈ ഭാഗ്യം എന്ന് പറയുന്നത് അവൾ വാഴ്ത്തപ്പെട്ടവളായിരിക്കുന്നത് ദൈവം അവളെ കണ്ടതുകൊണ്ടാണെന്ന് പറഞ്ഞു. അതിന് മറ്റൊരു കാരണം കൂടി പറയുന്നുണ്ട് ഗബ്രിയേൽ മാലാഖ. ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളാണ് നീ. കഹരിത്തോമനെ, ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ ആനന്ദിച്ചാലും. അതാണ് മാലാഖയുടെ ആദ്യത്തെ വാക്കുകൾ. ആനന്ദിച്ചാലും ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ. അത് രണ്ടാമത്തെ ഭാഗ്യം. മറിയം ദൈവത്തിന്റെ കൃപയുടെ നിറവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. 3, മറിയത്തിന്റെ ഗർഭപാത്രത്തെ, ഉദരത്തെ തനിക്ക് പാർക്കാനുള്ള വാസസ്ഥാനമായി ദൈവം കണ്ടിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ദൈവപുത്രനെ പ്രസവിക്കും. അപ്പോൾ ദൈവം തനിക്ക് മനുഷ്യനായി പാർക്കാനുള്ള വാസസ്ഥാനമായി, ശ്രീകോവിലായി, കൂടാരമായി മറിയത്തെ കണ്ടിരിക്കുന്നു. അത് അവളുടെ 3ാമത്തെ ഭാഗ്യം. ചുരുക്കത്തില് അവളുടെ ഗർഭത്തിലുള്ള ശിശുവിന്റെ ഭാഗ്യവും മറിയത്തെ വാഴ്ത്തപ്പെട്ടവളാക്കുന്നു. അതുകൊണ്ടാണ് എലിസബത്ത് പറഞ്ഞത് നിന്റെ ഗർഭഫലവും അനുഗ്രഹീത. ഗബ്രിയേൽ മാലാഖ പറഞ്ഞതിനെ അംഗീകരിക്കുകയാണ് വാസ്തവത്തിൽ ഈ എലിസബത്ത്. ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ ആനന്ദിച്ചാലും എന്ന് ഗബ്രിയേൽ മാലാഖ പറഞ്ഞു. ആ അനുഗ്രഹത്തെ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് പറയുമ്പോൾ എലിസബത്ത് അംഗീകരിക്കുകയാണ്. പിന്നെ മറിയത്തിന്റെ ഗർഭത്തിലെ ശിശുവിന്റെ ശ്രേഷ്ഠത, ദൈവത്വം മറിയത്തെ വാഴ്ത്തപ്പെട്ടവളാക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ കൃപയും മറിയത്തിന്റെ പ്രസാദാത്മക പ്രതിസ്പന്ദവും രക്ഷാചരിത്രത്തിൽ സമഞ്ജസമായി സമ്മേളിക്കുകയാണ്.
മറിയത്തിന്റെ കൃപാവരവസ്ഥയെ അംഗീകരിക്കുകയും തന്റെ പുത്രന്റെ അമ്മയാകാൻ അവൾ യോഗ്യതയുള്ളവളെന്ന് കാണുകയും ചെയ്ത ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്നാണ് മറിയത്തെ ബഹുമാനത്തിന്റെ പാത്രം, വാഴ്ത്തപ്പെടേണ്ട പാത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഒരു പഴയ നിയമ പശ്ചാത്തലമുണ്ട്. പഴയ നിയമത്തിൽ യായേല് ന്യായാധിപന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 24 മുതൽ 27 വരെ, അതുപോലെ യൂതിത്തിന്റെ പുസ്തകം 13-18, അവിടെയൊക്കെ ഈ അനുഗ്രഹിക്കപ്പെട്ടവൾ അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടവൾ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതേ വാക്കാണ് എലിസബത്ത് മറിയത്തെ സ്തുതിക്കാൻ ഉപയോഗിക്കുന്നത്. ഇസ്രായേലിന്റെ ശത്രുക്കളെ ഉപദ്രവിച്ചവരുടെ ഉപദ്രവം ഒഴിവാക്കാൻ വീരോചിത വിശ്വാസവും ചങ്കുറപ്പും കാണിച്ച വനിതകളായിരുന്നു യായേലും അതുപോലെ യൂതിത്തും. ഹോളോഫർസിനെ കൊന്ന ആളാണ് യൂതിത്ത്. യായേല് സിസേർ എന്ന് പറഞ്ഞ ഒരു ശത്രു പട്ടാളക്കാരനെ വീട്ടിലെ ടെന്റ് കൂടാരത്തിൽ കൊണ്ടുപോയി ഇങ്ങനെ മരയാനെ അടിച്ച് കൊന്നതാണ് യായേല്. അവർ രണ്ടുപേരും കൊലപാതകം ചെയ്തവരാണ്. പക്ഷേ ഇസ്രായേലിന്റെ ശത്രുക്കളെയാണ് അവർ കൊന്നത്. കൊലപാതകം തെറ്റെന്ന് പറഞ്ഞാലും യുദ്ധത്തിൽ കൊലപാതകം തെറ്റല്ലെന്നാണ് സാധാരണഗതിയിൽ പറയുക. എന്താ കാര്യം? ഒരാളുടെയോ ഒരു രാജ്യത്തിന്റെയോ നിലപാട് അവരെക്കാൾ കൂടുതൽ ആളുകളെ കൊല്ലുമെന്നൊരു അവസ്ഥ വന്നാൽ നമ്മൾ ചെറിയ തിന്മ തെരഞ്ഞെടുക്കണമെന്നാണ്. അപ്പോ യുദ്ധം സമാധാനം കൊണ്ടുവരില്ല. പക്ഷെ ചില സമയത്ത് യുദ്ധം അനിവാര്യമായിട്ട് മാറും. എനിക്കൊന്ന് കത്തോലിക്ക സഭയുടെ നിലപാട് അങ്ങനെയൊക്കെ തന്നെയാണ്. ലെസർ ഈവിൾ തെരഞ്ഞെടുക്കേണ്ട ചില ഘട്ടങ്ങൾ വരുമെന്നാണ്. അതുകൊണ്ട് നന്മയും തിന്മയും മാത്രം തമ്മിലല്ല പലപ്പോഴും യുദ്ധം, ചെറിയ തിന്മയും വലിയ തിന്മയും തമ്മിലാണ്. ഇതൊക്കെ നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ പഠിപ്പിച്ചിട്ടുള്ള സംഗതികളാണ്. ഏതായാലും ഈ യായേല് യൂതിത്ത് അവര് ശത്രുക്കളെ ഉന്മൂലനം ചെയ്തത് ഒരു മാനുഷികമായ തരത്തിലാണ്. മറിയം ഈ വളരെ ഉന്നതമായ ഒരു തലത്തിലാണ് അവർ ഈ ഭാഗ്യവതിയായിരിക്കുന്നത്. യായേലും യൂതിത്തും ഭാഗ്യവതി എന്ന് പറയുന്ന അതേ വാക്കാണ് മറിയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അവരുദ്ദേശിച്ച തരത്തിലല്ല. മറിയം ആരും കൊലപാതകം ചെയ്തിട്ടില്ല. പക്ഷേ ആദ്യത്തെ കൊലപാതകിയായ പിശാചിനെ തോൽപ്പിക്കാൻ ദൈവപുത്രന് ജന്മം കൊടുത്തവളാണ് മറിയം. ആ അർത്ഥത്തിലാണ് മറിയം ഭാഗ്യവതിയായിരിക്കുന്നത്. നശിപ്പിക്കപ്പെടേണ്ട ശത്രു മഹാഭീകരനായ പിശാചാണ്. പാപം, മരണം, പിശാച് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ശത്രുവിനെ ചവിട്ടി അരച്ച് വിജയം സമ്മാനിക്കുന്ന രക്ഷകനെയാണ് മറിയം ഗർഭം ധരിച്ചത്. ഉൽപ്പത്തി 3:15, 1 യോഹന്നാൻ 3:8, കത്തോലിക്ക സഭയുടെ മതബോധനം 64:4-89. അപ്പൊ യായേലും യൂതിത്തും ദൈവം നൽകുന്ന രക്ഷയുടെ അപൂർണ നിഴലുകൾ മാത്രമായിരുന്നെങ്കിൽ യേശുവിലൂടെ ദൈവം നൽകുന്ന യഥാർത്ഥവും അന്തിമവുമായ രക്ഷയുടെ വാഹകയാണ് മറിയം. അതുകൊണ്ട് മറിയം ശരിക്കും വാഴ്ത്തപ്പെട്ടവളാണ്. യായേലും യൂതിത്തും വാഴ്ത്തപ്പെട്ടവളായിരിക്കുന്നത് പോലെ ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നതിലും മറിയത്തിന്റെ ആ ബഹുമാനം എന്ന് പറയുന്നത് കുറച്ചുകൂടി വേറൊരു തലത്തിലാണ്. ഈ സക്കറിയാസ് എലിസബത്ത് ദമ്പതികളുടെ വീട്ടിൽ വെച്ച് സ്തോത്രഗീതം ആലപിച്ചപ്പോൾ മറിയ ഇങ്ങനെ പറയുന്നുണ്ട്: സകല തലമുറകളും ഇന്നു മുതൽ എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ലൂക്കാസ് 1:48. കാരണം ശക്തനായ ദൈവം എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ലൂക്ക 1:49. സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഭാഗ്യവതി എന്ന് നാം തർജ്ജമ ചെയ്യുന്നത് മക്കാരിറ്റ്സോ എന്ന ഗ്രീക്ക് വാക്കാണ്. മക്കാരിറ്റ്സോ സന്തോഷവതി എന്നും തർജ്ജമ ചെയ്യാം. ഈ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, അവിടെയെല്ലാം ഈശോമിശ ഉപയോഗിക്കുന്നത് മക്കാരിസ് എന്ന വാക്കാണ്. കൺഗ്രാജുലേഷൻസ് എന്ന് പോലും അതിനർത്ഥമുണ്ട് ഇല്ലേ? കൺഗ്രാജുലേഷൻസ്, അഭിനന്ദനങ്ങൾ, സന്തോഷം എന്നർത്ഥമുണ്ട്. ഭാഗ്യവാൻ, ഭാഗ്യവതി എന്നർത്ഥമുണ്ട്. അപ്പോൾ എലിസബത്ത് ഇതേ വാക്ക് ഉപയോഗിച്ചിട്ടാണ് മറിയത്തെ വാഴ്ത്തുന്നത്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മക്കാരിയ എന്നാണ്. മക്കാരിയ. ഇതേ വാക്ക്, മക്കാരിയസ് എന്ന വാക്ക് പൗലോസ്ലീഗ ദൈവത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ധന്യനായ ദൈവത്തിന്റെ മഹത്വം. മക്കാരിയോസ് ആണ് ഉപയോഗിക്കുന്നത്. ധന്യനായ ദൈവത്തിന്റെ മഹത്വം. 1 തിമോത്തി 1:11. അതുപോലെ 1 തിമോത്തി 6:15 ധന്യനായ മക്കാരിയോസ് ഏകാധിപതിയും രാജാധിരാജാവും കർത്താധികർത്താവും ക്രിസ്തുയേശുവാണ് എന്ന വചനത്തിലും പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോ മക്കാരിയോസ് ഭാഗ്യവാൻ എന്ന് ഇല്ലേ ദൈവത്തിനും ക്രിസ്തുയേശുവിനും ഉപയോഗിച്ചിട്ടുണ്ട് പൗലോസ്. അപ്പോ ദൈവത്തിന് ഉപയോഗിക്കുന്ന മക്കാരിയോസ് എന്ന വാക്ക്, ഭാഗ്യവാൻ എന്ന വാക്ക്, അതുപോലെ അല്ലെങ്കിൽ ധന്യൻ എന്ന വാക്ക്, ക്രിസ്തുയേശു മക്കാരിയോസ് ആണ്, ധന്യനാണ് അല്ലെങ്കിൽ ഭാഗ്യവാനാണെന്ന് പറഞ്ഞ വാക്ക്, അതേ വാക്ക് മറിയത്തിന് ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ തിരുവചനങ്ങളിലുള്ളതല്ലേ? ഇതൊക്കെ തിരുവചനങ്ങളല്ലേ? അപ്പോൾ എബുലഗയോ എന്ന വാക്കും
മക്കാരിയോസ് എന്ന വാക്കും മറിയത്തിന് തിരുവചനങ്ങൾ ഉപയോഗിച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ ധന്യയായ മറിയത്തെ സകല തലമുറകളും ബഹുമാനിക്കുകയും അവളെ ഭാഗ്യവതി, സന്തോഷവതി, അഭിനന്ദനം അർഹിക്കുന്നവളെന്ന് വിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ വാഴ്ത്തുമെന്ന് തിരുവചനം തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ തിരുവചനം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് തിരുവചനങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന ആളുകൾ അവൾ വിളിച്ചിരിക്കുന്നു. സക്കറിയാസും എലിസബത്തും ഒക്കെ അതിന് സാക്ഷികളാണ്, അവർ പറഞ്ഞതുമാണ്. ചുരുക്കത്തിൽ ദൈവം വാഴ്ത്തപ്പെട്ടവളായി കണ്ടവളെ, സക്കറിയാസും എലിസബത്തും വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചവളെ നമ്മൾ ദൈവം ധന്യനാണ്, ഭാഗ്യവാനാണ് എന്ന് ഉപയോഗിച്ചിരുന്ന അതേ വാക്കുപയോഗിച്ച് മറിയത്തെ ചിഹ്നപ്പെടുത്തിയവളെ നമ്മളും ബഹുമാനത്തിന്റെ പാത്രമായി വാഴ്ത്തപ്പെട്ടവളായി നമ്മൾ കണ്ട് അവളെ വണങ്ങുകയാണ്. ഇതാണ് ഈ വാഴ്ത്തുമൊഴിയുടെ അർത്ഥം. ബഹുമാനത്തിന്റെ പാത്രമാണ് മറിയം. കാരണം മറിയത്തെ ദൈവം ബഹുമാനിച്ചു. മറിയത്തെ ദൈവം വാഴ്ത്തപ്പെട്ടവളായി കണ്ടു. ദൈവം വാഴ്ത്തപ്പെട്ടവളായി കണ്ടവളെ സക്കറിയാസും എലിസബത്തും വാഴ്ത്തപ്പെട്ടവളായി കണ്ടു. ദൈവം ധന്യനും ഭാഗ്യവാനുമായിരിക്കുന്നത് പോലെ, ക്രിസ്തു യേശു ധന്യനും ഭാഗ്യവാനുമായിരിക്കുന്ന പോലെ ആ വാക്ക് തന്നെ മറിയത്തെ ഉപയോഗിച്ചതിലൂടെ മറിയം വളരെ വലിയ ഭാഗ്യം ചെയ്തവളാണ്, നമ്മുടെ എല്ലാവരുടെയും ബഹുമാനത്തിന് പാത്രമാണ് എന്ന് തിരുവചനങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അതേസമയം ഈ ബാറുക്ക് എന്ന വാക്ക്, വാഴ്ത്തപ്പെട്ടെന്ന വാക്ക് യായേലിനും യൂദത്തിനും ഉപയോഗിച്ചിരിക്കുന്നത് വേറൊരു പശ്ചാത്തലത്തിലാണ്. ശത്രുക്കളെ അമർച്ച ചെയ്ത ആളുകൾ എന്ന അർത്ഥത്തിലാണ്. ഈ മറിയവും മറിയത്തിന്റെ ശിശുവുമാണ് ഏറ്റവും വലിയ ശത്രുവായ പിശാചിന്റെ തല തകർക്കുന്നത്. അങ്ങനെ മനുഷ്യവംശത്തിന് രക്ഷ സാധിക്കുന്നത്. ആ അർത്ഥത്തിലും ബഹുമാനത്തിന്റെ പാത്രമാണ് വാഴ്ത്തപ്പെട്ടവളായ മറിയം, ബഹുമാനത്തിന്റെ പാത്രമാണ് എന്ന് തിരുവചനങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. നമ്മളത് കൊന്തയിൽ ചൊല്ലുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് തിരുവചന ജപമാലയുടെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറയുന്നത്. ഈ ലയോൺ മാർപ്പാപ്പ പറഞ്ഞു, ഈ വരുന്ന ഒക്ടോബറിൽ ഈ ഓരോ ദിവസം കൊന്ത ചൊല്ലി ലോകത്തിൽ സമാധാനത്തിന് കാഴ്ചവെക്കണം. ഞാൻ നിങ്ങളുടെ നിർദ്ദേശിക്കും തിരുവചന ജപമാല ചൊല്ലണമെന്നാണ്. സാധാരണ ഒരു ജപമാല ചൊല്ലുന്ന അതേ നേരം തന്നെ മതി. അതിനാൽ നിങ്ങൾ ഈ പ്രസംഗം കേൾക്കുന്നവര് പരമാവധി ആളുകൾ ഒരു പുസ്തകം വാങ്ങിക്കുകയോ 10 പുസ്തകം വാങ്ങിക്കുകയോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയോ, നിങ്ങളുടെ ഇടവകളിൽ നിങ്ങൾക്കൊരു കൊന്ത നയിക്കാൻ നേതൃത്വം കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ കരിസ്മാറ്റിക് ഗ്രൂപ്പുകളിൽ ഒക്കെ തിരുവചന ജപമാല എന്ന പുസ്തകം ഉപയോഗിച്ച് ജപമാല ചൊല്ലണമെന്നും തിരുവചനങ്ങളുടെ ആഴത്തിലേക്ക് കടന്നിട്ട് മറിയത്തെ പുകഴ്ത്തുന്ന ഈ രീതി, ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്ന രീതി, അത് പ്രാർത്ഥനയിലൂടെ പ്രകാശിപ്പിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പരമാവധി ഈ ഒക്ടോബർ മാസത്തില് എല്ലാ വീടുകളിലേക്കും തിരുവചന ജപമാലയുടെ ഒരു പുസ്തകം എത്തട്ടെ എന്നാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. പരമാവധി ഇത് പ്രചരിപ്പിക്കണം. ഒരു 100-150 പേരൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നത്. പക്ഷെ അത് വളരെ നന്നായിട്ട് പഠിച്ച് കാണുന്നവരാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ ഇത്രയും പേര് വിചാരിച്ചാൽ ഒരു 1500 പേരിലേക്ക് ഈ പുസ്തകം എത്തും. 1500 പേര് വിചാരിക്കുമ്പോൾ അടുത്ത കൊല്ലം അത് കൂടുതൽ ആളുകളിലേക്ക് എത്തും. നിങ്ങളൊന്ന് മനസ്സ് വെക്കണം. ഈ വീഡിയോ കാണുന്നവര് 1 തൊട്ട് 10 പുസ്തകം വരെ വാങ്ങിക്കാനായിട്ട് നിങ്ങൾ മനസ്സ് കാണിക്കണമെന്നും കുറച്ച് പൈസ ഇതിനോട് ചെലവഴിക്കണമെന്നും അങ്ങനെ മറിയത്തെ തിരുവചനങ്ങളുടെ വെളിച്ചത്തില് ബഹുമാനിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ്. മറിയം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പഴയ നിയമ വചനധ്യാനം ക്ലാസ് 39. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഹിന്ദു സഹോദരി എനിക്കൊരു വോയിസ് നോട്ട് ഇട്ടു. എനിക്ക് പരിചയമുള്ളൊരു സഹോദരിയാണ്, ഞാൻ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ. അച്ചോ, ഈ ബൈബിളില് പിശാചിന് പാമ്പിന്റെ രൂപമാണ്. എന്തുകൊണ്ട്? ഞങ്ങളുടെ മതങ്ങളിലൊക്കെ പാമ്പിനെ ആരാധിക്കുന്ന രീതിയുണ്ട്. ബൈബിളില് പിശാചിന് പാമ്പിന്റെ രൂപമാണ്. അതുകൊണ്ട് സാത്താന് സർപ്പരൂപം എന്തുകൊണ്ട്? അല്ലെങ്കിൽ നമുക്ക് ചോദ്യം ചോദിക്കാം, പിശാച് പാമ്പായി വന്നതെങ്ങനെ? പിശാച് പാമ്പായി വന്നത് എന്തുകൊണ്ട്? ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം, ദൈവമായ യാഹ്വേ സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. ദൈവമായ യാഹ്വേ സൃഷ്ടിച്ച, ഒന്ന് നന്നായിട്ട് കേൾക്കേണ്ട വാക്കാണ്. ദൈവമായ യാഹ്വേ സൃഷ്ടിച്ച. സാത്താൻ ഒരു സൃഷ്ടി മാത്രമാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 395. സാത്താൻ ഒരു സൃഷ്ടി മാത്രമാണ്, സ്രഷ്ടാവല്ല. നമ്മുടെ ചില അച്ഛന്മാരുടെ ധ്യാനങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ദൈവത്തെക്കാൾ ശക്തി സാത്താനാണെന്നും പിശാചിനെയാണ് ആരാധിക്കേണ്ടത് എന്നൊക്കെ തോന്നിപ്പോകും.
അവർ പറയുന്ന വചനം ഈ ലോകത്തിന്റെ അധികാരി, ഈ ലോകത്തിന്റെ അധികാരി. ആ ലോകത്തിന്റെ അധികാരി പിശാചനെ കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ കുരിശിലുയർത്തപ്പെടുമ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടുമെന്നാണ്. അപ്പൊ ഇപ്പോഴും ഈ ലോകത്തിന്റെ അധികാരി സാത്താനാണെന്ന് പ്രസംഗിക്കുന്നവര്, പിശാചാണെന്ന് പ്രസംഗിക്കുന്നവര് കർത്താവ് കുരിശിലുയർത്തപ്പെട്ട ആ സത്യം നിഷേധിക്കുകയാണ്, അറിഞ്ഞോ അറിയാതെയോ. സൃഷ്ടിയാണെങ്കിലും ഒരു ആത്മീയ ജീവി ആയതുകൊണ്ട്, ഒരു സ്പിരിച്വൽ ബീങ് ആയതുകൊണ്ട് ചെറിയ ശക്തിയല്ല സാത്താനുള്ളത്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അതേസമയം നമ്മൾ ഓർക്കണം, ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാണ് സാത്താൻ, പിശാച്. യെശയ്യാ 45:7 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ദൈവം പറയുന്നു, ഞാൻ നന്മയുണ്ടാക്കുന്നു, ഞാൻ തിന്മയെയും ഉണ്ടാക്കുന്നു. ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. ദൈവം പിശാചിനെ സൃഷ്ടിച്ചോ? സാത്താനെ സൃഷ്ടിച്ചോ? ദൈവം സർവ്വ നന്മയല്ലേ? അപ്പൊ ഈ സാത്താനെ, പിശാചിനെ ദൈവം സൃഷ്ടിച്ചത് എന്തുകൊണ്ട്? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ പ്രപഞ്ചം ഗണിതമല്ല. നമ്മുടെ ചാക്കോമാഷ് ഉണ്ടല്ലോ, സ്ഫടികത്തിലെ ചാക്കോമാഷ് ഇല്ലേ, ഈ പ്രപഞ്ചത്തിന്റെ സ്പന്ദനം ഗണിതത്തിലാണ്, കണക്കിലാണെന്നും പറഞ്ഞിട്ട് മകനെ കണക്ക് പഠിപ്പിക്കാനായിട്ട്. ഈ പ്രപഞ്ചം ഗണിതമല്ല. ഗണിതമായിരുന്നെങ്കിൽ, ഗണിതം വളരെ പ്രിസൈസ് സയൻസ് അല്ലേ, നമുക്കത് അളക്കാൻ പറ്റുമായിരുന്നു. നമുക്ക് ലോകത്തിന്റെ അളവെടുക്കാൻ പറ്റുമോ? എപ്പോഴെങ്കിലും എടുക്കാൻ പറ്റുമോ? എന്നെങ്കിലും ശാസ്ത്രം എത്രയൊക്കെ വികസിച്ചാലും പറ്റുമോ? പറ്റില്ല. അപ്പോ ഈ ലോകത്തിന്റെ സ്പന്ദനം കണക്കിലല്ല, ഗണിതത്തിലല്ല. ഈ പ്രപഞ്ചത്തെ ഉറപ്പിച്ചിരിക്കുന്ന രണ്ട് നെടുംതൂണുകള് സ്വാതന്ത്ര്യവും സ്നേഹവുമാണ്. അതുകൊണ്ട് അളക്കാൻ പറ്റാത്ത, സ്വാതന്ത്ര്യം അളക്കാൻ പറ്റുമോ? സ്നേഹം അളക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഈ പ്രപഞ്ചത്തെ ഉറപ്പിച്ചിരിക്കുന്ന രണ്ട് തൂണുകള് സ്വാതന്ത്ര്യവും സ്നേഹവുമാണ്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മുടെ നാട്ടിലും ഇല്ലേ, എത്രയോ തെരുവ് പട്ടികള് ആളുകളെ കടിച്ചു കൊന്നു. എന്തുകൊണ്ട് ഈ തെരുവ് പട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയില്ല? ആന എത്ര ആളുകളെ ചവിട്ടിക്കൊന്നു. എന്തുകൊണ്ട് ആനയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയില്ല? അവയ്ക്കൊന്നും സ്വാതന്ത്ര്യമില്ല. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നന്മയെ സ്വീകരിക്കാനോ തിന്മയെ നിരാകരിക്കാനോ ഉള്ള കഴിവ് മൃഗങ്ങൾക്കില്ല. സ്വാതന്ത്ര്യം എന്നത് നന്മ തിന്മകൾ തിരിച്ചറിയാനുള്ള കഴിവും നന്മ സ്വീകരിച്ച് തിന്മയെ പുറന്തള്ളാനുള്ള ശക്തിയുമാണ്. അതിൽ നമുക്ക് പരിമിതിയുണ്ട്. പക്ഷെ സ്വാതന്ത്ര്യം എന്നത് നന്മ തിന്മകൾ തമ്മിൽ വേർതിരിച്ചറിയാനുള്ള കഴിവാണ്. നന്മ തിന്മകൾ തിരിച്ചറിയണമെങ്കിൽ തിന്മ വേണ്ടേ? നന്മയും തിന്മയും ഉണ്ടെങ്കിലല്ലേ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കാൻ പറ്റൂ. എന്താണ് സ്വാതന്ത്ര്യം? നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നന്മ ഉൾക്കൊള്ളാനും തിന്മയെ നിരാകരിക്കാനും. അപ്പൊ തിന്മ വേണ്ടേ? തിന്മയില്ലെങ്കിൽ സ്വാതന്ത്ര്യം ഉണ്ടാകുമോ? സ്വാതന്ത്ര്യമില്ലെങ്കിൽ മനുഷ്യരുണ്ടാകുമോ? നമ്മെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ആണ് നമ്മൾ മനുഷ്യരായിരിക്കുന്നത്. സ്വാതന്ത്ര്യമാണ് നമ്മളെ മനുഷ്യരാക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്നേഹിക്കാനുള്ള കഴിവും മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. കാരണം അടിസ്ഥാനപരമായി സ്നേഹം എന്നത് ഒരു തീരുമാനമാണ്. അതിന് തുടക്കം ചില വികാരങ്ങളിലായിരിക്കാം. പക്ഷെ അടിസ്ഥാനപരമായി സ്നേഹം ഒരു വികാരമല്ല, തീരുമാനമാണ്. തീരുമാനമെടുക്കണമെങ്കിൽ സ്വാതന്ത്ര്യം വേണം. അതുകൊണ്ട് സ്നേഹിക്കാൻ അറിയാവുന്ന, സ്നേഹിക്കാനുള്ള പ്രാപ്തിയുള്ള ഏറ്റവും ചെറിയ ജീവിയാണ് മനുഷ്യൻ. പട്ടിയുടെ വിശ്വസ്തത, പട്ടിയുടെ കൂറ്, പൂച്ചയുടെ സ്നേഹം എന്നൊക്കെ പറയും. അവർക്കൊന്നും സ്നേഹിക്കാൻ പറ്റില്ല. അതെല്ലാം കണ്ടീഷനിങ് ആണ്. ഭക്ഷണം കൊടുത്തും അല്ലാതെയും കണ്ടീഷൻ ചെയ്യുന്നതാ. അതുകൊണ്ട് അവയ്ക്കൊന്നും സ്നേഹവും ഇല്ല, സ്വാതന്ത്ര്യവും ഇല്ല, അവർക്ക് സ്നേഹിക്കാനുള്ള ഫാക്കൽറ്റി പോലും ഇല്ല. ഈ ആനയൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നത് വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ പറഞ്ഞല്ലേ. അല്ലാതെ ആന തീരുമാനം എടുക്കണ്ടല്ലോ. ആന ബേസിക്കായിട്ടൊരു വന്യജീവിയാണ്. പട്ടികളും അങ്ങനെയാണെന്ന് എന്റെ ഒരു അഭിപ്രായം, ഡൊമസ്റ്റിക് എന്നൊക്കെ പറഞ്ഞാലും. അപ്പോൾ ഈ സ്വാതന്ത്ര്യം എന്ന ഫാക്കൽറ്റി ഉണ്ടെങ്കിലേ മനുഷ്യനുള്ളൂ. സ്വാതന്ത്ര്യം നിലനിൽക്കണമെങ്കിൽ തിന്മ വേണം. തിന്മയില്ലാതെ സ്വാതന്ത്ര്യത്തിനോ സ്നേഹത്തിനോ നിലനിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ദൈവം നന്മയുണ്ടാക്കുന്നു, തിന്മയെയും സൃഷ്ടിക്കുന്നു പറഞ്ഞാൽ അടിസ്ഥാനപരമായി ദൈവം നല്ലവനായതിനാൽ അവന്റെ സ്വാതന്ത്ര്യവും സ്നേഹവും നമുക്ക് നൽകുന്നതിനാൽ ഈ സ്വാതന്ത്ര്യം നിലനിൽക്കണമെങ്കിൽ തിന്മ വേണം. അപ്പൊ തിന്മ സൃഷ്ടിച്ചത് പോലും ദൈവത്തിന് അനന്ത നന്മയിലെ ആ അനന്ത നന്മയായ പരിപാലനയാണ്. ദൈവം അനന്ത നന്മയാണ്.
അവന്റെ സകല പ്രവൃത്തികളും നല്ലതുമാണ്. തിന്മയെ സൃഷ്ടിക്കുന്നത് പോലും നല്ലതായിരിക്കുന്നതിന് കാരണം അതിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം എന്ന മഹാദാനത്തിന് നിലനിൽക്കാൻ കഴിയൂ എന്നതുകൊണ്ടാണ്. അങ്ങനെ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് മാത്രമാണ് മനുഷ്യരും മനുഷ്യരായിരിക്കുന്നതും. അപ്പൊ അത് ഇല്ലേ, സാത്താൻ ഒരു സൃഷ്ടി മാത്രമാണ്. ദൈവമായി ആകെ സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്ന സർപ്പം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഉത്തരമായില്ല, എന്തുകൊണ്ട് പിശാചിന് സർപ്പരൂപം? എന്തുകൊണ്ടാണ് സർപ്പം, പാമ്പ്, പിശാച് പാമ്പായിട്ട് വന്നു? എന്തുകൊണ്ട്? സർപ്പം എന്നതിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്ന്, തിന്മയുടെ ഒരു വൈയക്തിക മൂലശക്തി എന്ന് വേണേൽ പറയാം. എ പേഴ്സണൽ ഫണ്ടമെന്റൽ പവർ ഓഫ് ഈവിൾ. എ ഫണ്ടമെന്റൽ പേഴ്സണൽ പവർ ഓഫ് ഈവിൾ, അങ്ങനെ ഒരു അർത്ഥം വരാം. അല്ലെങ്കിൽ കാരണഭൂതൻ, ദ പയനിയർ ഓഫ് ഈവിൾ, ഈ തിന്മയുണ്ടാകാൻ കാരണഭൂതനായിരിക്കുന്നവൻ, ആ അർത്ഥത്തിൽ സർപ്പം എന്നൊരർത്ഥം കൊടുക്കാം. ഈ സർപ്പത്തിലുള്ള ഹെബ്രായ വാക്ക് നഹഷ് എന്നാണ്. നഹഷ് ഹെബ്രായ കവിതകളിലും വെളിപാടാത്മ സാഹിത്യത്തിലും ദൈവത്തിനെതിരെ നിൽക്കുന്ന രാക്ഷസരൂപിയായ വികൃത കടൽ ജന്തുവിനെ സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ഹെബ്രായ കവിതകളിലും വെളിപാടാത്മ സാഹിത്യത്തിലും ദൈവത്തിനെതിരെ നിൽക്കുന്ന രാക്ഷസരൂപിയായ വികൃത കടൽ ജന്തു. നമ്മൾ ഉൽപ്പത്തി പുസ്തകം തുടക്കം പഠിച്ചപ്പോൾ ഓർക്കുന്നുണ്ടോ? ഈ ദൈവം ആദിയിൽ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുമ്പോൾ ഭൂമി രൂപരഹിതമായിരുന്നു, അല്ലേ? രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തെ മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. അപ്പോൾ ശൂന്യം, ആഴം, ഇല്ലേ, രൂപരഹിതം, അതൊക്കെ തിന്മയുമായിട്ട് തോഹു ബോഹു, ഇല്ലേ, ആ വാക്കുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ അതെല്ലാം ഈ തിന്മയുടെ ചില രൂപങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിനെതിരെ നിന്നു എന്നൊരു ധാരണ അവിടെയുണ്ട്, ഒരു ചിന്ത അവിടെയുണ്ട്. അതിനെ എല്ലാം ഒറ്റ വചനം കൊണ്ട് ദൈവം കീഴടക്കിയെന്നാണ്. അപ്പൊ അത് ദൈവത്തിനെതിരെ നിൽക്കുന്ന, സൃഷ്ടികർമ്മത്തിനും അല്ലാതെയും ദൈവത്തിനെതിരെ നിൽക്കുന്ന രാക്ഷസരൂപിയായ വികൃത കടൽ ജന്തു. ഇയ്യോബിന്റെ പുസ്തകം ജോബ് 26:13, യശയ്യാ 27:1, ആമോസ് 9:3 ഈ തരത്തിൽ ഇത് സർപ്പം അല്ലെങ്കിൽ കടൽ ജന്തു എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സർപ്പത്തിനുള്ള പല അർത്ഥങ്ങൾ ഞാൻ പറയുകയാണ്. എന്നിട്ട് നമുക്ക് ഏറ്റവും അവസാനം നമുക്കൊരു നിഗമനം എടുക്കാം. ഉൽപ്പത്തി കഥയുടെ ഈ ഘട്ടത്തില് ദൈവത്തിനെതിരെയും മനുഷ്യവംശത്തിനെതിരെയും നിൽക്കുന്ന ശക്തി അല്ലെങ്കിൽ ആൾരൂപമാണ് സർപ്പം. പിന്നീട് ഇതിനെ സാത്താൻ, പിശാച് എന്നൊക്കെ വേദത്താളുകൾ വിളിക്കും. ഇയ്യോബ് 1:6, ജ്ഞാനം 2:24, വെളിപാട് 12:9, 20:2. സാത്താൻ എന്ന വാക്കിന് പ്രതിയോഗി എന്നോ കുറ്റപ്പെടുത്തുമെന്നോ അർത്ഥമാകാം. പ്രാചീന ഹെബ്രായ ചിന്തയനുസരിച്ച് സാത്താൻ മനുഷ്യനാകാം. 1 രാജാക്കന്മാർ 11:14. ദൈവിക കോടതിയിൽ മനുഷ്യർ കുറ്റപ്പെടുന്ന ദൈവപുത്രനാകാം. അല്ലെങ്കിൽ നീതിമാന്മാരെ പുണ്യമളക്കാൻ നിയോഗിക്കപ്പെട്ട സ്വർഗത്തിലെ ഉദ്യോഗസ്ഥനാകാം. ഇയ്യോബിന്റെ പുസ്തകം 1:6-12, 2:1-7, സക്കറിയായുടെ പ്രവചനം 3:1-2 ആ തരത്തിലുണ്ട്. അത് പ്രാചീന ചിന്തയിലാണ്. ഇത് പിന്നെ വികാസം പ്രാപിച്ച് പിൽക്കാല യഹൂദ ചിന്തയില് മനുഷ്യരെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ദുഷ്ടാരൂപിയെയാണ് സാത്താൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ സാത്താൻ എന്ന വാക്കിൽ ഒരു പരിണാമം ഉണ്ടെന്നർത്ഥം. അറബിയിലെ ഷെയ്ത്താൻ, മലയാളത്തില് ചെകുത്താൻ. സാത്താൻ എന്ന ഹെബ്രായ വാക്കിനെ ഗ്രീക്കിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ദിയാബോളോസ് എന്നാണ്. ഡയബോളിക് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കില്ലേ, ദിയാബോളോസ്. അറബിയിൽ ഇബ്ലീസ് എന്നൊക്കെ പറയും. ആശയക്കുഴപ്പം ഉണ്ടാക്കാനായി എല്ലാം ഒന്നിച്ചു വലിച്ചെറിയുന്നവൻ എന്നാണ് ദിയാബോളിസിന് ആക്ഷരിക. ഇല്ലേ, എല്ലാം കൂടി വലിച്ചെറിയുമ്പോൾ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ മൊത്തത്തിലൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക. ഇല്ലേ, രാവിലെ ഇല്ലിസിറ്റ് കുർബാന, ഉച്ച കഴിഞ്ഞ് ദൈവോന്മുഖ കുർബാന. ജനങ്ങൾക്കാകെ കൺഫ്യൂഷൻ. ലിസിറ്റ് ഏത്, ഇല്ലിസിറ്റ് ഏത്, സാധു ഏത്, അസാധു ഏത്, ഇല്ലേ, കുർബാനക്കടം മാറുന്നത് അല്ലാത്തത് ഏത്, ആകെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഡയബോളിക്. ഈ സമവായ മാർഗരേഖ ഡയബോളിക് ആണ്. കാരണം എല്ലാം ഒന്നിച്ചെറിഞ്ഞിരിക്കുക. ഒരേ ബലിപീഠത്തില് ഇല്ലിസിറ്റും ലിസിറ്റും. അത് ഡയബോളിക് ആണ്, പിശാചിൽ നിന്ന് വരുന്നതാണ്. എല്ലാം ഒന്നിച്ചെറിയുന്ന ഇബിലീസിന്റെ പണിയാണത്. പിശാച്, പ്രലോഭകൻ എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഭാഷപ്പെടുത്തുന്നത്. വെളിപാട് 12:9, 20:2. ക്രൈസ്തവ ദൈവശാസ്ത്രം അനുസരിച്ച് വീണുപോയ മാലാഖമാരാണ് പിശാചുക്കളായത്. വീണുപോയ മാലാഖമാര്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവര്. 2 പത്രോസ് 2:4, ലൂക്കാസ് 10:18, കത്തോലിക്ക സഭയുടെ മതബോധനം 28:52.
വീണ്ടും ചോദ്യം പൂർണ്ണമായിട്ട് ഉത്തരം നൽകിയില്ലോ. എന്തുകൊണ്ട് സർപ്പരൂപം? പിശാചിന് മനസ്സിലായി, പക്ഷെ എന്തുകൊണ്ട് സർപ്പരൂപം? പല വ്യാഖ്യാനങ്ങളുണ്ട്. ചെകുത്തൻ എന്ന് നാം വിളിക്കുന്ന തിന്മയുടെ ദല്ലാളിനെയോ ചുരുങ്ങിയ പക്ഷം പൈശാചികമെന്ന് വിളിക്കപ്പെടുന്ന ദുഷ്ടശക്തിയെയോ വേദത്താളുകൾ കാവ്യപുരാണ ഭാഷയിൽ അവതരിപ്പിക്കുന്നതാണ് സർപ്പം. വലിയ കൗശലമുള്ള ജീവിയാണ് സർപ്പമെന്ന് പൊതുജനം വിചാരിച്ചിരുന്നു. മത്തായി 10:16. മധ്യപൂർവ്വദേശത്ത് സർപ്പത്തെ ദിവ്യശക്തിയുള്ള ദുഷ്ടസത്വം ആയി കണക്കാക്കിയിരുന്നു. അപ്പോ ഒരു ഭയങ്കരമായ കൗശലമുള്ള, അല്ലേ, അവൻ മൂർഖന്റെ കുഞ്ഞാന്നൊക്കെ പറയില്ലേ, മൂർഖന്റെ കുഞ്ഞാണ്. മൂർഖൻ ഇങ്ങനെ വൈരാഗ്യൊക്കെ വെച്ചോണ്ടിരിക്കാൻ കഴിയുന്ന എന്നുള്ള സങ്കല്പത്തിലാണെന്ന് പറയുന്നത്, ഇല്ലേ. മുറിപ്പെടുത്തി വിട്ടാൽ മൂർഖന്റെ കുഞ്ഞാനെ പ്രതികാരം ചെയ്തിരിക്കും. അപ്പൊ ഇങ്ങനെ സർപ്പത്തെ പറ്റിയുള്ള ഒരുപാട് കഥകളുണ്ട്. അതെല്ലാം ഇവിടെ ഈ പിശാചിന് സർപ്പരൂപം വരുമ്പോൾ അത് പ്രതിഫലിക്കുന്നുണ്ടാകാം. ഏദൻ തോട്ടത്തിൽ ശരിപ്പം വേറൊരർത്ഥം, ഏദൻ തോട്ടത്തിൽ ചിലപ്പോൾ പിശാച് സർപ്പത്തിന്റെ വേഷം ധരിച്ച് വന്നിട്ടുണ്ടാകാം. അതായത് യഥാർത്ഥത്തിൽ അതൊരു സർപ്പമായിരുന്നിരിക്കാം. ആ സർപ്പത്തിൽ പിശാച് ആവേശിക്കുകയും കൗശലത്തിലൂടെ കബളിപ്പിക്കാനായി ഈ സർപ്പത്തെ, പാമ്പിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരിക്കാം. ഇപ്പൊ നമുക്കറിയാം, ഇല്ലേ, ബാധ ഉണ്ടാകുന്ന പറയില്ലേ, ഇല്ലേ, ബാധ, ഇല്ലേ, ഭൂതം, ദുഷ്ടാരൂപി പ്രവേശിക്കുക. ഭൗതിക ശരീരമുള്ള ആളുകളിൽ ദുർബോധങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയില്ലോ, അവരുടെ പ്രവർത്തികൾ സ്വാധീനിക്കാനും കഴിയും. നമ്മൾ സൈക്കോളജിക്ക് വന്നപ്പോൾ അതെല്ലാം സൈക്കോളജിയാന്നൊക്കെ പറഞ്ഞ് നമ്മള് വ്യാഖ്യാനിച്ചാലും ശരിക്കും പിശാചുബാധയില്ലേ, ഉണ്ട്. അത് തിരിച്ചറിയാൻ പാടുണ്ടെന്ന് മാത്രം. ഈ സൈക്കോളജിക്കൽ ഡിസോർഡറിന് പിശാചുബാധയെ തിരിച്ചറിയാൻ കുറച്ച് പാടുണ്ട്. പണ്ട് കാലത്ത് ഈ സൈക്കോളജിക്കൽ ഡിസോർഡറിനെ പിശാചുബാധയായിട്ട് കണ്ടിരുന്നേ. ഇപ്പോഴും എന്തുകൊണ്ട് മാനസികമായിട്ടുള്ള വിഭ്രാന്തി, സൈക്കോളജിക്കൽ പ്രോബ്ലത്തിന് കൃത്യമായിട്ടൊരു വ്യാഖ്യാനമുണ്ടോ? പിശാചുബാധ അല്ല എന്ന് ഏതെങ്കിലും ഡോക്ടർമാർക്ക് പറയാൻ പറ്റുമോ? ഏതെങ്കിലും ഡോക്ടർക്ക് പറയാൻ പറ്റും ഇത് പിശാചുബാധ അല്ല എന്ന്? സൈക്കോളജിക്കൽ മാത്രം ഫാക്ടർ കൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ പറ്റുമോ? എല്ലാം ഇല്ല. അപ്പോൾ ശരിക്കും ഈ സർപ്പത്തിലേക്ക് പിശാച് ആവേശിച്ച് ആ സർപ്പത്തെ തന്റെ ഒരു ചട്ടുകമായിട്ട് ഉപയോഗപ്പെടുത്തിയിരിക്കാം. അപ്പൊ ശരിക്കും ഒരു സർപ്പം തന്നെ ആയിരുന്നിരിക്കാം. അങ്ങനെ സംഭവിക്കാം. ഇപ്പൊ നമുക്ക് ഇല്ലേ, തമിഴ് അറിയാത്ത ഒരാൾ തമിഴ് സംസാരിക്കുന്നു ഈ സൈക്കോളജിക്കൽ ഡിസോർഡർ വരുമ്പോൾ. അപ്പൊ അതൊരു ബാധയാണ്, ഒരു ബാധയാണ്. അതുപോലെ സർപ്പത്തിലേക്ക് ഈ പിശാച് ആവേശിച്ച് അങ്ങനെ സംഭവിക്കാം. ഒരു സാധ്യതയാ പറയണേ. നമ്മൾ സൂചിപ്പിച്ചൊരു കാര്യം ആവർത്തിക്കുക. പൗരാണിക മധ്യപൂർവ്വദേശത്ത് മതങ്ങളിലെ സർപ്പം ദിവ്യത്വത്തിന്റെ, ഫലപുഷ്ടിയുടെ പ്രതീകങ്ങളായിരുന്നു. സൃഷ്ടികർമ്മത്തിനെതിരെ നിന്ന പ്രാപഞ്ചിക അവ്യവസ്ഥയുടെ ചിഹ്നങ്ങളുമായിരുന്നു. അതൊക്കെ നമ്മൾ സൂചിപ്പിച്ചതാണ്. ചില പ്രാചീന മതങ്ങളില്, ഇന്ത്യയിലും ഉൾപ്പെടെ ഇപ്പോഴും പിശാചിന് ആരാധന അർപ്പിക്കുന്നുണ്ട്. സർപ്പക്കാവുകളും നാഗാരാധനയും ഒക്കെ ഉണ്ട്, അല്ലേ. സർപ്പക്കാവുകൾ ഇപ്പോഴും ഇല്ലേ, നാഗാരാധന ഇപ്പോഴും ഇല്ലേ. അപ്പൊ അതെല്ലാം പൈശാചികമാണെന്ന സൂചനയുണ്ട് സർപ്പരൂപത്തില് സാത്താൻ അവതരിപ്പിച്ചതില്. സൃഷ്ടികളെ ആരാധിക്കുന്നത്, സ്രഷ്ടാവിനെ ആരാധിക്കുന്നത് ഇല്ലേ, സൃഷ്ടികളെ സ്രഷ്ടാവിനെ ആരാധിക്കുന്ന പൂജിച്ചാല് അത് പൈശാചികമാണ് എന്നുകൂടി അവതരിപ്പിക്കുകയാണ്. അതുകൂടാതെ ഗൂഢമതങ്ങളുണ്ട് പണ്ട് കാലത്ത്. ഈ സീക്രട്ട് റിലിജൻ, അതിലെ ഗോപ്യമായ ജ്ഞാനം, ഇല്ലേ, എസോറ്ററിക് നോളജ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതിന്റെ വകഭേദങ്ങളാണ് ദുർമന്ത്രവാദം, മധുരോത്സവ ആചാരങ്ങള്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ മന്ത്രവാദം ഇല്ലേ നടത്തി എത്രയോ പേരാണ് കൊല്ലപ്പെടുന്നത്. നരബലി, കേരളത്തിൽ നരബലി ഈ കഴിഞ്ഞ വർഷം പോലും നടന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ ഗൂഢമതങ്ങളുടെ സ്വാധീനത്തിലുണ്ടാകുന്ന എസോറ്ററിക് നോളജ് എന്ന് പറയും. അതായത് നിഗൂഢമായിരിക്കുന്ന ഒരുതരം ജ്ഞാനമുണ്ടെന്നും ആ ജ്ഞാനം ചിലർക്ക് കിട്ടുന്നെന്നും അവര് മന്ത്രവാദമോ ദുർമന്ത്രവാദമോ ഒക്കെ നടത്തിയിട്ട്, അല്ലെങ്കിൽ ഒർഗിയാസ്റ്റിക് ഫെസ്റ്റിവൽ എന്ന് പറയും, മധുരോത്സവങ്ങൾ ഇല്ലേ, മദ്യവും മധുരാശിയും ഒക്കെ വിളമ്പുന്ന ഇല്ലേ, അങ്ങനെയുള്ള ആകുന്ന ഈ ലൈംഗിക ചൂഷണത്തിന് വേണ്ടി ചെയ്യുന്ന രീതികൾ, അതിനെയെല്ലാം ഈ സർപ്പം അതിനൊക്കെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ നമ്മുടെ ഈ സാത്താൻ ആരാധനയുണ്ടല്ലോ, സാത്താൻ ആരാധന, ഈ ബ്ലാക്ക് മാസ് എന്ന് പറയുന്നത്. ഞാൻ ഈ ബ്ലാക്ക് മാസിൽ പങ്കെടുത്ത, അല്ലെങ്കിൽ സാത്താൻ ആരാധനയിൽ പോയ ഒരു ആളുടെ കഥയാണ് എനിക്കറിയുള്ളൂ. ഒരാളുടെ സംഭവത്തിലാണ് ഞാൻ ഇടപെട്ടിട്ടുള്ളൂ. അങ്ങനത്തെ കേസ് എന്റെ മുമ്പിൽ വന്നിട്ടുള്ളൂ. അവരിൽ നിന്ന് കിട്ടിയ ചില അറിവുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതായത് ഈ ഓരോ സാത്താൻ ആരാധനയ്ക്കും ഓരോ രീതിക്കായിരിക്കാം. ഇവര് പങ്കുവെച്ച കാര്യം ഞാൻ പറയാം. ഈ സാത്താൻ ആരാധനയിൽ പോയി ഭ്രാന്ത് പോലെയായി ചികിത്സ തേടി അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് എന്റെ അടുത്ത് ആ കേസ് വരുന്നത്. അവര് ആ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാം.
ഈ ചെറുപ്പമായ വളരെ ചെറുപ്പമുള്ള പെൺകുട്ടികളെ അവളെ നഗ്നയാക്കി നിർത്തിയിട്ട് അവളെങ്ങനെ ഈ അൾത്താര പോലെ ആക്കുന്നത്, ബലിപീഠം പോലെ ആക്കുന്നത് പൂർണ്ണമായും നഗ്നയാക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ശരീരമാണ്. എന്നിട്ട് അവളുടെ ആദ്യത്തെ മെൻസസിൽ അവള് ഉപയോഗിച്ചിരുന്ന ആ രക്തക്കറയുള്ള ആ വസ്ത്രമാണ് തിരുവസ്ത്രങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. അവിടെ ഈ സാത്താനാരാധനയാണെങ്കിൽ ശരിക്കും കുർബാനയായി മാറിയ ഹോസ്റ്റ് തന്നെ വേണം. എന്ന് വെച്ചാൽ അവർ പള്ളിയിൽ നിന്ന് സംഗീതത്തിൽ നിന്ന് മോഷ്ടിക്കുകയല്ല, കുർബാനയിൽ പങ്കെടുത്ത് മോഷ്ടിക്കുകയാണ്. കാരണം സാത്താനെ ആരാധിക്കണമെങ്കിൽ ആ ഹോസ്റ്റ് തിരുവോസ്തി കർത്താവായി മാറിയതിനെ സാത്താനായിട്ട് കൊണ്ടുവന്നാൽ അവർക്ക് ശക്തിയുള്ളൂ എന്നറിയാം. അത് സാധാരണ ഹോസ്റ്റ് പോരാ, കർത്താവായി മാറിയ ഹോസ്റ്റ് തന്നെ വേണം. അതുകൊണ്ടാണ് അവര് എങ്ങനെയൊക്കെ അത് മോഷ്ടിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ചില പൂജകളും പരിപാടികളൊക്കെ ഉണ്ട്. അവരൊരു അർദ്ധ കോൺഷ്യസ് ആക്കുകയാണ് ഈ പെണ്ണിനെ. എന്നിട്ട് ഇതിൽ പങ്കെടുക്കുന്ന മതങ്ങളുടെ രീതി അനുസരിച്ച് ചവിട്ടുപടിയായിട്ട് ഉപയോഗിക്കും. ഇപ്പൊ ക്രിസ്ത്യാനിൽ പങ്കെടുക്കുകയാണെങ്കിൽ ബൈബിളാണ് ചവിട്ടുപടിയായിട്ട് ഉപയോഗിക്കുന്നത്, അത് ചവിട്ടി കയറണം. മുസ്ലിം പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഖുറാനെ ചവിട്ടി കയറണം. ഹിന്ദു ആണെങ്കിൽ ഭഗവത്ഗീതയോ രാമായണോ അവരുടെ ഏതാണോ വേദങ്ങൾ ചതുവെച്ചിട്ട്, അതായത് ഇതിനെല്ലാം നിരാകരിക്കുകയാണ്. പിന്നെ വലിയ പൈസ കൊടുക്കണതിൽ പങ്കെടുക്കണമെങ്കിലൊക്കെ ആത്യന്തികമായിട്ട് എന്താണ് പരിപാടി? സ്ത്രീകളെയും കുട്ടികളെയും ദുരുപയോഗം ചെയ്ത് ചൂഷണം ചെയ്ത് ലൈംഗിക ചൂഷണം ചെയ്യുക, അതാണ് അടിസ്ഥാനപരമായ കാര്യം. അപ്പോ ഈ എസോറ്ററിക് നോളജ് എന്ന് പറയുന്ന ഒരുതരം നിഗൂഢ ജ്ഞാനമുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ദുർമന്ത്രവാദത്തിന്റെയും സാത്താൻ ആരാധനയുടെയും അംശങ്ങളെല്ലാം കൂട്ടിച്ചേർത്തിട്ട്, പക്ഷെ അതിനെല്ലാം ഒരു ഉപയോഗിക്കുന്ന ഒരു രൂപം എന്ന് പറയുന്നത്, ഈ സാത്താൻ ആരാധനയ്ക്കും അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന രൂപം, സാത്താന്റെ രൂപമായിട്ട് ഉപയോഗിക്കുന്നത് സർപ്പമാണ്. അപ്പൊ സർപ്പത്തെ വെച്ചിട്ടാണ് ഈ സംഗതികളൊക്കെ സാത്താൻ ആരാധന എന്ന് പറഞ്ഞ്, അപ്പൊ കുരിശു രൂപത്തിന് പകരം സർപ്പരൂപമാണ്. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ഒരു മാനസികമായിട്ടൊക്കെ നിലയൊക്കെ തെറ്റിയിട്ടാണ് ഈ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വളരെ എന്താ പറയുക, ദുർബല മനസ്സുള്ളവരെ ദുർമന്ത്രവാദം മറ്റതിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോയി അവരെ ചൂഷണം ചെയ്ത്, ലൈംഗികമായിട്ടും അല്ലാതെയും സാമ്പത്തികമായിട്ടൊക്കെ ചൂഷണം ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതി. പക്ഷെ അതിന്റെ എപ്പോഴും രൂപം എന്താണ്? സർപ്പത്തെയാണ് ഉപയോഗിക്കുന്നത്. സാത്താന്റെ രൂപമായിട്ട് സർപ്പത്തെയാണ്. അപ്പോ അങ്ങനെയുള്ള ഈ നിഗൂഢ മതങ്ങളിലെ സ്വാധീനം പിശാചിനെ സർപ്പമായി അവതരിപ്പിക്കുന്നുണ്ടാകാം. അതായത് സർപ്പം എന്ന് പറയുന്നത് പിശാചാണ്, അത് ശരിക്കും ദൈവമല്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നതാകണം. ചരിത്രപരമായിട്ട് വേറൊരു സാധ്യതയുണ്ട്. ഇസ്രായേൽക്കാർ കാനാൻ ദേശം സ്വന്തമാക്കിയപ്പോൾ അവിടുത്തെ ആദിവാസികളായിരുന്ന കാനാന്യരുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു വലിയ ദുരാചാരമുണ്ടായിരുന്നു. പുഷ്കലതാ വിധി എന്നാണ് അത് അറിയപ്പെടുന്നത്, ഫെർട്ടിലിറ്റി കൾട്ട്. നമ്മുടെ നാട്ടിൽ തീണ്ടാരി കല്യാണം, കുട്ടിക്കല്യാണം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറഞ്ഞിരുന്നത് പണ്ട്. ഒരു ഗോത്രത്തിൽ ഒരു പെൺകുട്ടി വയസ്സറിയിച്ചാൽ, എന്ന് വെച്ചാൽ ആദ്യത്തെ മെൻസസ്, അവളുടെ പീരീഡ്, ആ ഗോത്രത്തിലുള്ളവർക്കെല്ലാം ഒരു ഉത്സവമാണ്. കാരണം എന്താ? സെക്സിന്റെ ദേവി തങ്ങളുടെ ഒരു മകളെ കടാക്ഷിച്ചിരിക്കുന്നു. സെക്സിന്റെ ലൈംഗികതയുടെ ദേവി കടാക്ഷിച്ചിരിക്കുന്നു. ആ പെൺകുട്ടി ഇല്ലേ വയസ്സറിയിച്ചിരിക്കുന്നു. അന്നൊരു വലിയ ഉത്സവമാണ്. ഉത്സവത്തിന് അവർ ചെയ്യുന്നത് വൃക്ഷത്തിന്റെ ചുവടെയാണ് സമ്മേളിക്കുക. വൃക്ഷങ്ങൾക്ക് ഇല്ലേ ഈ 3 ലോകങ്ങളുണ്ടെന്നുള്ള പ്രാചീന സങ്കല്പം. ആകാശങ്ങള്, ഭൂമി, പാതാളം. ഈ ചില്ലകള് ആകാശങ്ങളിലേക്ക്, അതിന്റെ തായ്തടി ഭൂമിയിലേക്ക്, വേരുകള് പാതാളത്തിലേക്ക്. അപ്പോ ഈ ദേവിക്കും ദേവനും ഒക്കെ ആകാശങ്ങളിൽ നിന്ന് ഭൂമിയിലേക്കും പാതാളത്തിലേക്കും പോകാനുള്ള ഒരു ഇടനാഴി പോലെയാണ് വൃക്ഷങ്ങളെ കണ്ടിരുന്നത്. അപ്പൊ ഈ വൃക്ഷങ്ങളുടെ ചുവടിന് താഴെ സമ്മേളിക്കുന്നു. ആ വൃക്ഷ ചുവട്ടിൽ ഒരു സർപ്പ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നു. സെക്സിന്റെ ദേവിയാണ് സർപ്പവിഗ്രഹം, സർപ്പം ഇല്ലേ, സെക്സിന്റെ ദേവി. എന്നിട്ട് അതിനെ ചുറ്റും തീ കൂട്ടി ഒരു മധുരോത്സവം, ഒർഗിയാസ്റ്റിക് ഫെസ്റ്റിവൽ എന്നാ പറയാ, കള്ളു കുടിച്ച് കൂത്താടി അങ്ങനെ ആഘോഷിക്കുകയാണ്. അപ്പോ തീ കൂട്ടുന്നു, മദ്യം കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ തോന്നിയപ്പോ സെക്സിന്റെ ദേവി വന്നു എന്ന് പറഞ്ഞിട്ട് തോന്നിയാസങ്ങളാണ്. ആ ദിവസം ഏത് പുരുഷനും ഏത് സ്ത്രീയെയും പ്രാപിക്കാം. അന്ന് ദേവിയുടെ ഒരു സമ്മാനമാണത്. ഈ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ കമ്മ്യൂൺ എന്ന് പറയുന്നതാണ് കമ്മ്യൂണിസം ഉണ്ടായത്. അതായത് എല്ലാം പൊതുമേഖലയിലാണ്. അപ്പോ ഈ കമ്മ്യൂൺ എന്ന് പറഞ്ഞ കമ്മ്യൂണിസത്തില് ഇന്ത്യയില് കമ്മ്യൂണിസ്റ്റുകാര് ഈ ഒരു സ്ഥലത്ത് സമ്മേളിച്ച് ഭാര്യമാരെയും പൊതുമേഖലയാക്കി. അതായത് ആർക്കും ഏത് സ്ത്രീയുമായി പ്രാപിക്കാം. അങ്ങനെ നാട്ടുകാരെ അടിച്ചോടിച്ചെന്നൊക്കെ ഒരു കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയോ തെറ്റെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അത് ഈ ഒർഗിയാസ്റ്റിക് ഫെസ്റ്റിവലിന്റെ ഒരു ഭാഗമായിട്ട്
പണ്ടുണ്ടായിരുന്നതാണ് കാനാന്യരുടെ ഇടയിൽ. അതായത് സെക്സിന്റെ ദേവിയായ സർപ്പം അനുഗ്രഹിച്ച് തങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി വയസ്സറിയിച്ചുവെന്നും അതുകൊണ്ട് അന്ന് ദേവി സമ്മാനമായിട്ട് ഏത് പുരുഷനും ഏത് സ്ത്രീയെയും പ്രാപിക്കാമെന്നും അന്ന് മാത്രം അതിന് പാപമില്ലെന്നും ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടു. അപ്പൊ അതിന്റെ ഈ ദേവന്റെ രൂപം, ആ ദേവന്റെ രൂപത്തില് പാമ്പ് ഇങ്ങനെ ചുറ്റിയിരിക്കുന്നു, അങ്ങനെയുള്ള ഈ ഇതൊക്കെ ഇതിൽ നിന്ന് വരുന്നതാണ്. വാസ്തവത്തില് ഇതൊരു വല്ലാത്ത ലൈംഗിക വൈകൃതമാണ്. ദേവനോ ദേവിയോ കടാക്ഷിച്ച് ഏത് പുരുഷനും ഏത് പെണ്ണിനെയും പ്രാപിക്കാം, അത് പാപമല്ല എന്ന് പറഞ്ഞ് അങ്ങനെ പാപത്തെ തന്നെ പൊതുമേഖലയിലാക്കി വച്ചിരിക്കുകയാണ്. ഇത് കണ്ട പ്രവാചകൻ, അത് ഇസ്രായേൽക്കാർ കാനാൻ ദേശത്ത് വരുമ്പോണ്ടാകുന്ന സംഗതിയെ പറയണേ. അപ്പോൾ ഇത് ഈ സർപ്പം ദേവനോ ദേവിയോ അല്ല, പിശാചാണ്. ലൈംഗിക വൈകൃതങ്ങൾക്കും തോന്നിയാസങ്ങൾക്കും ഇട നൽകുന്ന പിശാചാണ് എന്ന് പ്രവാചകൻ എഴുതി അറിയിക്കുകയാണ്. നമുക്ക് ഇതിന്റെ ചെറിയ അംശങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും, ചെറിയ അംശമല്ല, നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും ഉണ്ട്. ഈ വിശുദ്ധ വേശ്യാവൃത്തിക്കായി 16,624 ദേവദാസന്മാർ ഇപ്പോഴും ആന്ധ്രാപ്രദേശിലുണ്ടെന്ന കണക്ക്. 22,941 ദേവരടിയാർ കർണാടകയിലുണ്ട്. 6,314 പേര് മഹാരാഷ്ട്രയിലുണ്ട്. ഇപ്പോഴും ഈ അമ്പലവേശ്യ എന്ന് പറയില്ലേ, ദേവദാസികൾ അവർ പറയണേ, അമ്പലവേശികൾ, ഇപ്പോഴും ഉണ്ട് അങ്ങനെ. അതായത് ദേവനെയോ ദേവിയെയോ കാണാനായിട്ട് പോകുന്നവർക്ക് പ്രസാദമായിട്ട് ഈ അമ്പലവാസികളായ അമ്പലവേശികളായ ദേവദാസികളുമായിട്ട് കാശ് കൊടുക്കാണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. ആർട്ടമിസ് എഫേസസിലെ ആർട്ടമിസിന്റെ ദേവാലയത്തിൽ 1000 വേശികളുണ്ടായിരുന്നു. കോറിന്തോസിലുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് ബന്ധപ്പെടാം. വേശ്യ എന്ന് പറഞ്ഞാൽ പണം കൊടുത്ത് സെക്സ് അനുഭവിക്കുന്ന, ഇവർക്ക് പണം കൊടുക്കണ്ട, ദേവനോ ദേവിയോ നൽകുന്ന പ്രസാദമാണ്. ഇത്തരം ദുരാചാരത്തിനെതിരെ പടവാളെടുക്കുകയാണ് വേദപുസ്തകം എഴുതിയ ആ രചയിതാവ്. സർപ്പം ദേവനോ ദേവിയോ അല്ലെന്നും സമുദായത്തിന്റെയും മനുഷ്യവംശത്തിന്റെയും ധാർമ്മിക സദാചാരക്രമത്തെ താറമാറാക്കുന്ന പിശാചാണെന്നും ഈ പ്രവാചകൻ എഴുതുകയാണ്. ഒരു വീക്ഷണം കൂടി പറയാം. ഈ ഒരു വൃക്ഷവും സർപ്പവുമാണ് പാപത്തിന് പ്രേരണ നൽകുന്നത്. വൃക്ഷം സസ്യലോകത്തെയും സർപ്പം മൃഗലോകത്തെയും രണ്ടും ചേർന്ന് ഈ ഭൗതിക ലോകത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. അതായത് ഭൗതിക ലോകമേ ഉള്ളൂ, അങ്ങേ ലോകമില്ല, സ്വർഗമില്ല, നരകമില്ല, ശുദ്ധീകരണമില്ല. ഈ ഭൗതിക ലോകം മാത്രമേ ഉള്ളൂ. ഈ ഭൗതിക ലോകം എല്ലാം ആസ്വദിച്ച് ഊറ്റി കുടിക്കുക, അവസാന മട്ട് വരെ ഊറ്റി കുടിക്കുക. അങ്ങനെ ഈ ഭൗതിക ലോകത്തിലെ വസ്തുക്കളോടോ ആളുകളോടോ ഒക്കെയുള്ള അതിര് കവിഞ്ഞ ആകർഷണവും ദുർമോഹവുമാണ് ഈ പാപത്തിന്റെ കാരണമെന്നാണ്. മനുഷ്യന്റെ ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നുവെന്നും പാപം പൂർണ്ണ വളർച്ചെത്തുമ്പോൾ മരണത്തെ പ്രസവിക്കുന്നുവെന്നും യാക്കോബ് 1:15 എഴുതിയിരിക്കുന്നത് ഇതിനോട് ചേർത്ത് വായിക്കാം. മനുഷ്യന്റെ ദുർമോഹം ഈ ലോകം മാത്രമേ ഉള്ളൂ, ഈ ലോകം കഴിഞ്ഞിട്ട് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ സകല സൗഭാഗ്യങ്ങളും എന്ത് വില കൊടുത്തും എന്തെല്ലാം സാക്രിഫൈസ് ചെയ്തും അനുഭവിക്കണം, ഊറ്റിക്കുടിക്കണം എന്നുള്ള വിചാരത്തോടെ ഈ ലോകവുമായിട്ട് കെട്ടിപ്പിണഞ്ഞ് കിടക്കുക. അങ്ങനെയുള്ള ഒരു ദുർമോഹം അതിനെ അവതരിപ്പിച്ചിരിക്കുകയാണ് സസ്യലോകത്തെ പ്രതിനിധാനം ചെയ്യുന്ന വൃക്ഷവും മൃഗലോകത്തെ പ്രതിനിധാനം ചെയ്യുന്ന സർപ്പവും. രണ്ടും കൂടി ചേർന്നാൽ ഭൗതിക ലോകം. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഒരു വ്യാഖ്യാനം മറ്റൊരു വ്യാഖ്യാനത്തെ ബഹിഷ്കരിക്കുന്നില്ല, എല്ലാം പൂരകമാണ്. ഏത് വ്യാഖ്യാനമായാലും വേദം പറഞ്ഞു വയ്ക്കുന്നത് ഇതാണ്: അസൂയ നിമിത്തമാണ് സാത്താൻ മനുഷ്യനെ വഞ്ചിച്ചത്. അസൂയ നിമിത്തം ദൈവത്തെ അനുസരിക്കുന്നതിന് പകരം സാത്താന് ചെവി കൊടുക്കുക. അങ്ങനെ ചെവി കൊടുത്തതിലൂടെ മനുഷ്യന് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെല്ലാം മനുഷ്യനിൽ നിന്നും കവർച്ച ചെയ്യപ്പെട്ടു. ലോകത്തിലേക്ക് മരണം പ്രവേശിച്ചു. ജ്ഞാനം 2:24, കത്തോലിക്ക സഭയുടെ മതവാനം 399, 391, 2539. ഇങ്ങനെ ഈ ദൈവം നൽകിയ ദാനങ്ങളെല്ലാം കവർച്ച ചെയ്യപ്പെടുകയും ലോകത്തിലേക്ക് മരണം പ്രവേശിക്കുകയും ചെയ്തത് സാത്താന്റെ അസൂയ നിമിത്തമാണ്. അസൂയ നിമിത്തമാണ് ഈശോയെ അവർ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത്. അപ്പോൾ പിശാചിന്റെ അസൂയ, വീണുപോയ മാലാഖിയായ പിശാചിന്റെ അസൂയ, ആ അസൂയാണ് ഈ മനുഷ്യനിൽ കുത്തിവെച്ച് ദൈവത്തിനെതിരെ തിരിയാൻ പറഞ്ഞത്. അതിലൂടെ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിനെതിരെ തിരികയും ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെല്ലാം കവർച്ച ചെയ്യപ്പെടുകയും ലോകത്തിലേക്ക് മരണം പ്രവേശിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈശോ മിശിഹ പിശാചിനെ വിളിക്കുന്നത് ആദ്യത്തെ കൊലപാതകി എന്നാണ്. ആദ്യമായിട്ട് മരണം കൊണ്ടുവന്നവൻ. യോഹന്നാൻ 8:44. പിശാചിനെ കൊലപാതകി എന്നാണ്, ആദ്യത്തെ കൊലപാതകി എന്നാണ് ഈശോ വിളിക്കുന്നത്, മരണം കൊണ്ടുവന്നവൻ.
അപ്പൊ ഈ സർപ്പം എന്ന പ്രതീകത്തില് ഒരുപാട് കാര്യങ്ങൾ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലത്തെ കുറെ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. നിങ്ങൾ ഒറ്റയടിക്കൊക്കെ കേട്ടിട്ട് മനസ്സിലാക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 2, 3, 4 പ്രാവശ്യമൊക്കെ കേൾക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പങ്കുവെക്കും, സംശയങ്ങൾ ചോദിക്കും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ തിരുവചനങ്ങൾ ആഴത്തിലേക്ക് നമുക്ക് പഠിക്കാം, ഇറങ്ങാം. അതോടൊപ്പം പിശാജ് ഇല്ലേ, സർപ്പരൂപത്തിൽ വന്ന പിശാജ് എന്തുമാത്രം കൗശലമുള്ളവനാണ്, എന്തുമാത്രം കെണിയാണ് അവൻ ഒരുക്കുന്നത്, അതെല്ലാം ഇല്ലേ, നന്മയുടെ രൂപത്തിൽ പോലും കെണികൾ ഒരുക്കി നമ്മുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ ഈ പരിശുദ്ധാത്മാവിന്റെ കൃപ നമുക്ക് അധികം വേണം. പാപം ശരിക്കും മനസ്സിലാക്കുന്നത് മതം എന്തെന്ന് മനസ്സിലാക്കുമ്പോഴാണെന്ന് യാക്കോബ് പറഞ്ഞിട്ടുണ്ട്. അതായത് ശരിക്കും പാപത്തിന്റെ ഗൗരവം അറിയണമെങ്കിൽ എന്താണ് മതം വെച്ചാൽ ദൈവമായിട്ടുള്ള ബന്ധം, അത് തിരിച്ചറിയണം. അത് തിരിച്ചറിയാൻ ഈ തിരുവചനങ്ങളുടെ അർത്ഥം അറിയണം. അതിന് പരിശുദ്ധാത്മ നമ്മെ സഹായിക്കണം. അങ്ങനെ പരിശുദ്ധാത്മ തുണയിൽ വചനങ്ങളുടെ അർത്ഥങ്ങൾ ആഴത്തിലേക്ക് കടക്കാൻ നമുക്ക് കഴിയട്ടെ. അത് പങ്കുവെച്ചു കൊടുക്കാൻ, മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ കഴിയട്ടെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരു ഹിന്ദു സ്ത്രീയാണ് ചോദിച്ചത്, എന്തുകൊണ്ടാണ് പിശാചിന് സർപ്പരൂപം? അപ്പൊ നമ്മുടെ ഹിന്ദുക്കളായ സുഹൃത്തുക്കളുണ്ടാകാം, അതിൽ മുസ്ലിം സുഹൃത്തുക്കളുണ്ടാകാം. അവരോട് ഇതാണ് ഞങ്ങളുടെ വേദം പറയുന്നതെന്ന് പറഞ്ഞ് പങ്കുവെച്ചു കൊടുത്താൽ അവർക്കും ഈ വചനങ്ങൾ ആഴങ്ങളിലേക്ക് കടക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സഭാ നേതൃത്വം ചത്തുമലച്ച് കിടക്കുകയാണ്. മൃതസംസ്കാരം അതിന്റെ സമയം പിന്നീട് അറിയിക്കുന്നതാണ്. മുഖ്യധാര മാധ്യമങ്ങൾ പടച്ചുവിടുന്ന, പ്രചരിപ്പിക്കുന്ന നുണകളെ തൽക്കാലം വിട്ടിട്ട് നമുക്ക് അല്പനേരം സത്യം സംസാരിക്കാം, സത്യം കേൾക്കാം. വിശുദ്ധ നാട്ടില്, ഇസ്രായേലില് ദ്വിരാഷ്ട്രം ഒരു പരിഹാര മാർഗമാണോ? പാലസ്തീനികൾക്കൊരു രാഷ്ട്രം, ഇസ്രായേലിനൊരു രാഷ്ട്രം. ചരിത്രത്തില് 5 പ്രാവശ്യമെങ്കിലും ഈ നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്. 1897 യഹൂദ ജനം, അവർ ചിലര് സയണിസ്റ്റ് മൂവ്മെന്റ്, സയണിസ്റ്റ് മുന്നേറ്റം തുടങ്ങിയാണ്. അതോടെ യഹൂദന്മാര്, ലോകത്തിന്റെ നാനാഭാഗത്തും ചിതറിക്കപ്പെട്ട, ക്രിസ്തുവർഷം 70 ചിതറിക്കപ്പെട്ട യഹൂദന്മാര് തങ്ങളുടെ മാതൃരാജ്യമായ ഇസ്രായേലിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങിയിരുന്നു. 1914 ഓട്ടോമൻ സാമ്രാജ്യം 1-ാം ലോക മഹായുദ്ധത്തോടെ പരാജയപ്പെട്ട് അസ്തമിച്ചപ്പോൾ ബ്രിട്ടീഷുകാര് മധ്യപൂർവേഷ്യ മുഴുവനായും കീഴടക്കി. 1922 ലീഗ് ഓഫ് നേഷൻസ് എന്ന പ്രക്രിയയുടെ ഭാഗമായിരുന്നു ബ്രിട്ടന്റെ ഈ അധിനിവേശം. മാത്രമല്ല, യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പ്രധാന ഇടനാഴിയാണ് മധ്യധരണ്യാഴി, മെഡിറ്ററേനിയൻ കടല്. അത് ബ്രിട്ടനെ ചെറുതായിട്ടൊന്നുമല്ല പ്രലോഭിപ്പിച്ചത്. അതിനു മുമ്പ് തന്നെ 1-ാം ലോക മഹായുദ്ധകാലത്ത് 1917 യഹൂദരാഷ്ട്രം തുടങ്ങുന്നതിനെക്കുറിച്ച് ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി ആർതർ ബാൽഫർ ഒരു പരസ്യ പ്രഖ്യാപനം നടത്തിയിരുന്നു. ബാൽഫർ ഡിക്ലറേഷൻ എന്നാണ് അത് ഇപ്പോൾ അറിയപ്പെടുന്നത് പോലും. 1917 ബ്രിട്ടന്റെ അധീനതയിലുള്ള പാലസ്തീനായില് 1936 മുസ്ലിങ്ങള് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ തിരിഞ്ഞു. എന്തുകൊണ്ടാണ് തിരിഞ്ഞത് എന്നറിയാൻ 1937 പിറ്റത്തെ വർഷം പീൽ കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു കമ്മീഷൻ ബ്രിട്ടീഷ് സാമ്രാജ്യം നിയോഗിച്ചു പഠിക്കാനായി. ഒരു രാജ്യത്തിനുള്ളിൽ സമാധാനത്തിൽ ജീവിക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിയില്ലെന്ന് കണ്ട്, മുസ്ലിങ്ങൾക്കും ഇസ്രായേൽക്കും ഒരു രാജ്യത്തിനുള്ളിൽ സമാധാനത്തിൽ ജീവിക്കാൻ കഴിയില്ലെന്ന് കണ്ട് 2 രാജ്യങ്ങൾ സൃഷ്ടിക്കുക. ഒന്ന് മുസ്ലിങ്ങൾക്ക്, അവർക്ക് 80% ഭൂമി പാലസ്തീനായിലെ, മറ്റത് യഹൂദന്മാർക്ക് 20% ഭൂമി. ഇങ്ങനെയാണ് പീൽ കമ്മീഷൻ നിർദ്ദേശിച്ചത്. 1937 80% ഭൂമി മുസ്ലിങ്ങൾക്ക്, പാലസ്തീനികൾക്ക്, മറ്റത് 20% യഹൂദർക്ക്. ഇസ്രായേല് 1937 ഇത് അംഗീകരിച്ചു. പക്ഷേ പാലസ്തീനിയൻസ്, അറബികള്, മുസ്ലിംസ് അത് സമ്മതിച്ചില്ല. അവരുടെ രീതി എന്താണ്? സായുധ കലാപം, യുദ്ധം. ആ യുദ്ധത്തിലേക്ക് തിരിഞ്ഞു. 1947 ഐക്യരാഷ്ട്രസഭ
ഈ ദ്വിരാഷ്ട്ര ഫോർമുല വീണ്ടും അവതരിപ്പിച്ചു. അപ്പോഴും ഇസ്രായേൽ സമ്മതിച്ചു, പാലസ്തീനികളായ അറബികൾ സമ്മതിച്ചില്ല. അവർ യുദ്ധം തുടങ്ങി. 1948 യുദ്ധം. ഈജിപ്ത്, ലെബനൻ, സിറിയ, യോർദാൻ എന്നിവരെല്ലാം പാലസ്തീനികൾക്ക് അനുകൂലമായി യുദ്ധത്തിൽ പങ്കാളികളായി. എന്നാൽ നമുക്കറിയാം, ഇസ്രായേൽ യുദ്ധത്തിൽ വിജയിച്ചു. ബ്രിട്ടൻ പിൻവാങ്ങി. പുതിയ ഇസ്രായേൽ ദേശരാഷ്ട്രം നിലവിൽ വന്നു. ദ്വിരാഷ്ട്ര ഫോർമുലയിലെ ഒരു രാഷ്ട്രം നിലവിൽ വന്നു, ഇസ്രായേൽ. പാലസ്തീനിയൻ അറബികൾക്ക് അപ്പോഴും ദേശരാഷ്ട്രം വേണ്ടായിരുന്നു. അവർക്ക് വേണ്ടത് യുദ്ധമായിരുന്നു. സമാധാന മതക്കാരാണല്ലോ അവര്, അതിനാൽ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഈ യുദ്ധവുമായിട്ട് മുന്നോട്ട് പോയെങ്കിലും ഈ യുദ്ധത്തിൽ ജയിച്ച ഇസ്രായേലിന്, മുമ്പ് ഇത് 20% വിജയിച്ച ഇസ്രായേലിന് ഇപ്പോൾ യുദ്ധത്തിൽ ജയിച്ചപ്പോൾ 40% കിട്ടി. യെരൂസലമിന്റെ പടിഞ്ഞാറ് വശം ഇസ്രായേലിന് 40%. കിഴക്ക് വശം നമ്മൾ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന സമരിയാണത്, പഴയ സമരിയ, അത് യോർദാന്. ഈ 1948 യുദ്ധത്തിന്റെ കാര്യം പറയണേ. പഴയ സമരിയ ഇപ്പോൾ അറിയപ്പെടുന്നത് വെസ്റ്റ് ബാങ്ക് എന്നറിയപ്പെടുന്നതാണ്. ആ സ്ഥലം യോർദാൻ കൈയടക്കി വെച്ചു. ഗട്സ, ഇപ്പൊ നമ്മള് ഗസ എന്ന് പറയുന്നുണ്ടല്ലോ, ഗാസ എന്നല്ല പറയണേ, ഗട്സ എന്നാണ് ശരിക്ക്. അത് ഈജിപ്റ്റ്. പക്ഷെ ഈജിപ്റ്റ് ഒരിക്കലും അത് ഈജിപ്റ്റ് രാജ്യത്തിന്റെ ഭാഗമാക്കിയില്ല. പക്ഷെ ഈജിപ്റ്റ് കൈവശം വെച്ചു. ഇപ്പൊ നമ്മൾ പറയുന്നത് ഈ ഗാസ എന്ന് പറയുന്ന ഗട്സ. പണ്ടത്തെ ഫിലിസ്തീനയുടെ പഞ്ചനഗരങ്ങളിൽ ഒന്നാണിത്. 1967 വീണ്ടും യുദ്ധം തുടങ്ങി. ഈജിപ്തും സിറിയയും ലെബനനും ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തില് പാലസ്തീനിയൻ അറബികൾക്ക് പിന്തുണ കൊടുത്തു, പങ്കെടുത്തു. 6 ദിവസത്തെ യുദ്ധമെന്നാണ് അത് അറിയപ്പെടുന്നത്. 1967 വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞ സമരിയ, ഗട്സ സ്ട്രിപ്പ് എന്ന് പറയുന്ന ഈ ഗട്സ, ഇപ്പോഴത്തെ യെറൂസലം എന്നിവ ഇസ്രായേൽ പിടിച്ചെടുത്തു. എന്നാലും ഇതെല്ലാം തിരിച്ചു കൊടുക്കാം, അവരൊരു ദേശരാഷ്ട്രമാവുകയും സമാധാനത്തിൽ ജീവിക്കുകയും ചെയ്താലെന്ന് ഇസ്രായേൽ നിലപാടെടുത്തു. ഈ യുദ്ധത്തിൽ കീഴടക്കിയതെല്ലാം തിരിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മള് ഇല്ലേ 72 യുദ്ധത്തില് പാകിസ്ഥാൻ ഇല്ലേ, കിഴക്കും പടിഞ്ഞാറും പാകിസ്ഥാൻ ആയിരുന്നല്ലോ ഇന്ത്യയുടെ. ആ യുദ്ധത്തില് പാകിസ്ഥാൻ യുദ്ധം ചെയ്തു, തോറ്റു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ 2 വിഭജിക്കുക, ബംഗ്ലാദേശും പാകിസ്ഥാനും ആകുക. അപ്പോൾ ഈ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ അത് പാകിസ്ഥാന് കൊടുക്കാമെന്ന് ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയ ഒരു കരാർ പോലെ. ഇന്ന് അതിനെ തെറ്റായിട്ടൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കും. അന്നത്തെ ചരിത്ര കാലയളവിൽ അത് കറക്റ്റ് തീരുമാനമായിരുന്നു. പിൽക്കാലത്ത് ആ തീരുമാനം തെറ്റായിട്ട് നമ്മൾ കാണുമായിരിക്കാം, പക്ഷെ അന്ന് അത് ശരിയായ തീരുമാനമായിരുന്നു. ഇതുപോലെ ഇസ്രായേൽ പറഞ്ഞു, ഈ കീഴ്പ്പെടുത്തിയതെല്ലാം തിരിച്ചു തരാം, പക്ഷേ നിങ്ങൾ ദേശരാഷ്ട്രമാകണം, സമാധാനത്തിൽ ജീവിക്കണം, ഞങ്ങൾ ആക്രമിക്കരുത്. എന്നാൽ ഇസ്രായേലുമായി സമാധാനമില്ല, ഇസ്രായേലിനെ അംഗീകരിക്കില്ല, ഇസ്രായേലുമായി ചർച്ചയില്ല എന്ന് ഈ പാലസ്തീൻ അറബികൾ പ്രഖ്യാപിച്ചു. ഇസ്രായേലുമായി സമാധാനമില്ല, ഇസ്രായേലിനെ അംഗീകരിക്കില്ല, ഇസ്രായേലുമായി ചർച്ചയില്ല. അപ്പൊ ആരാണ് ഈ ദ്വിരാഷ്ട്ര നിർദ്ദേശം തള്ളിക്കളഞ്ഞത്? 2ാം വട്ടം പാലസ്തീനിയൻസ് എന്ന് പറയുന്ന ഈ അറബികൾ എന്ന മുസൽമാൻ തന്നെ. പിന്നെ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്ഥാനം രൂപപ്പെട്ടു 1982 ഇല്ലേ. അതിനു മുമ്പ് അത് രൂപപ്പെട്ടു. യാസർ അറാഫത്ത് അതിന്റെ നേതാവായിരുന്നു. ലോകത്തിലെ സകല രാജ്യങ്ങളിലും പൈസ കളക്ട് ചെയ്തു യാസർ അറാഫത്ത്. ഈ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അതൊരു അംബ്രല്ല ടേം ആയിരുന്നു. അതിന് ഉള്ളിൽ ഒരുപാട് ഗ്രൂപ്പുകൾ വേറെ ഉണ്ടായിരുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പണം ഒഴുകി. അങ്ങൊരു മരിക്കുന്നതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് വേറൊരു പെണ്ണിനും കൂടി കല്യാണം കഴിച്ചു. കല്യാണങ്ങൾക്കൊരു നിയന്ത്രണം ഇല്ലല്ലോ, ഒന്നിന് പുറകെ ഒന്ന് കഴിക്കുക. ആ അവസാനം കഴിച്ച പെണ്ണ് ഈ സ്വത്ത് മുഴുവൻ അടിച്ചു കൊണ്ടുപോയെന്നാണ് കേൾക്കുന്നത്. ഏതായാലും ഈ PLO നേതാവ് യാസർ അറാഫത്തും അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഏഹൂദ് ബാരാക്കുമായി ചർച്ചയുണ്ടായി 2000 ഈ പാലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷൻ PLO രൂപപ്പെട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട്. അവിടെയും ഈ ഏഹൂദ് ബാരാക്ക് ഈ PLO നേതാവ് യാസർ അറാഫത്തുമായ ചർച്ച ചെയ്യല് ഈ ദ്വിരാഷ്ട്ര നിർദ്ദേശം വീണ്ടും കൊണ്ടുവന്നു. ഗാസ, ഇപ്പൊ നമ്മൾ യുദ്ധം നടക്കുന്ന പറഞ്ഞ ഗാസ, സമരിയ അതായത് വെസ്റ്റ് ബാങ്ക്, അതിന്റെ 94%, വെസ്റ്റ് ബാങ്ക് 94%, ഗാസ അത് പാലസ്തീനികൾക്ക് കൊടുക്കാമെന്ന് ഏഹൂദ് ബാരാക്ക് എന്ന് പറഞ്ഞ ഇസ്രായേൽ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചു. യെറൂസലം തലസ്ഥാനമായി പാലസ്തീനികൾക്ക് ദ്വിരാഷ്ട്രത്തിലെ ഒരു രാഷ്ട്രം, മറ്റൊരു രാഷ്ട്രം ഓൾറെഡി വന്നു കഴിഞ്ഞു 48 ഇസ്രായേല്, ആ പാലസ്തീനികൾക്ക് രാഷ്ട്രം ഉണ്ടാക്കാമെന്നും പറഞ്ഞു.
ഇസ്രായേലാണ് ഈ നിർദ്ദേശം മുന്നിട്ട് വയ്ക്കുന്നത്. എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാകട്ടെ എന്ന് കരുതി. എന്നാൽ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഈ നിർദ്ദേശം നിരാകരിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് അവര് ഇസ്രായേലിനെ അംഗീകരിക്കില്ലെന്ന നിലപാടെടുത്തിരുന്ന ആളുകളാണല്ലോ. ഇസ്രായേലിന് ദേശരാഷ്ട്രമായി അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ അവര് ചാവേറുകൾ അയച്ച് അനേകം യഹൂദന്മാരെ കൊന്നുകളഞ്ഞു. ബസ്സുകളിലും കല്യാണ മണ്ഡപങ്ങളിലും പൊതുസ്ഥലത്തും ചാവേറുകൾ പൊട്ടിത്തെറിച്ചു. 2005 ഇസ്രായേൽ ഗാസ പൂർണ്ണമായും വിട്ടു നൽകിയിട്ട് സൈന്യത്തെ പിൻവലിച്ചു. അവിടെ പാലസ്തീനിയൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ 2005 മുതൽ. അവർ ദേശരാഷ്ട്രം ഉണ്ടാക്കിയോ? പകരം ഭീകരന്മാരെ സൃഷ്ടിച്ചു. 2008 ഏഹൂദ് ഓൾമർട്ട്, ഇസ്രായേൽ പ്രധാനമന്ത്രി, കൂടുതൽ പ്രദേശം വിട്ടു നൽകാമെന്ന നിലപാടെടുത്തു. എന്നാൽ പാലസ്തീൻ അതോറിറ്റി തലവൻ മുഹമ്മദ് അബ്ബാസ് ആ നിർദ്ദേശം തിരസ്കരിച്ചു 2008. അതിനു മുമ്പ് തന്നെ 2007 ഹമാസ് ഒരു പ്രഖ്യാപനം നടത്തി. ഹമാസ് ആരാന്നൊക്കെ ഞാൻ കുറച്ച് കണ്ടു പറയാം. ഇസ്രായേലിനെ ദേശരാഷ്ട്രമായി അംഗീകരിക്കില്ല. ഇസ്രായേലുമായി ചർച്ചയില്ല. ഇസ്രായേലിനെ ഈ ഭൂമുഖത്ത് നിന്നും ഞങ്ങൾ ഇല്ലായ്മ ചെയ്യും. അപ്പോ ഇനി അങ്ങോട്ടൊരു ദ്വിരാഷ്ട്ര നിർദ്ദേശം അംഗീകരിക്കില്ലെന്ന് ഇസ്രായേലും നിലപാടെടുത്തു. എത്ര പ്രാവശ്യമാണ് ഈ ദ്വിരാഷ്ട്ര നിർദ്ദേശം ഇസ്രായേൽ മുന്നോട്ട് വെച്ചത്, ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ചത്, ബ്രിട്ടൻ മുന്നോട്ട് വെച്ചത്? എന്നിട്ട് ഈ പാലസ്തീനികൾ അംഗീകരിച്ചോ? 2014 ഞാൻ 2 ആഴ്ച ഇസ്രായേലിലുണ്ടായിരുന്നു. ഫ്രാൻസിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പിന്റെ കൂടെയാണ് ഞാൻ ഇസ്രായേലിൽ പോയത്. അന്ന് അപ്പോ ഒരു 2 ആഴ്ച ഉള്ളത് കൊണ്ട് സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞിട്ടും കുറെ സമയമുണ്ട്, കോൺഫറൻസ് കഴിഞ്ഞ സമയമുണ്ട്. അപ്പൊ ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിലെ ലോബിയിൽ ഇരുന്നിട്ട് ഞാൻ ഏതൊരു പുസ്തകത്തിന്റെ വർക്കിലാണ്. അപ്പൊ ഞാൻ അവിടെയാണ് ഈ സോക്കറ്റൊക്കെ ഉള്ളത്, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാനും അതുപോലെ ഇന്റർനെറ്റ് ഒക്കെ നന്നായി രീതി കിട്ടുന്നത്. അപ്പൊ ഞാൻ മുറിയിൽ നിന്ന് വർക്ക് ചെയ്യാതെ ഈ ഹോട്ടലിലെ ലോബിയിലിരുന്ന്, അപ്പൊ ഒരു മനുഷ്യൻ പല പ്രാവശ്യം എന്നെ നോക്കി പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ദിവസം മറ്റു 2 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണ് താങ്കൾ ചെയ്യുന്നത്? അപ്പൊ അദ്ദേഹം അമേരിക്കക്കാരനാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പുസ്തകത്തിന്റെ കാര്യം ആ പുസ്തകങ്ങളെ കാണിച്ചു കൊടുത്തു. അപ്പൊ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായി. അദ്ദേഹം മകനോട് പറഞ്ഞു, അദ്ദേഹം മകനും കൂടി വന്നിരിക്കുന്നത്, മകനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു അച്ഛനുണ്ട്, കത്തോലിക്ക വൈദികനാണ്, പുസ്തകം എഴുതുന്നുണ്ട്, വലിയ പുസ്തകം എഴുതിയിട്ടുള്ള ആളാന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഹോട്ടലിന്റെ ആളുകളോട് പറഞ്ഞു, അദ്ദേഹം ഒരു ഗ്രന്ഥകർത്താവാണ്. ആ നിമിഷം മുതൽ എനിക്ക് രാവിലെ കാപ്പിയും ഇടയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിലും ഫ്രീ ആണ് ഹോട്ടലിൽ, പിന്നെ 10 മണിക്ക് 4 മണിക്ക് പിന്നെ എന്ത് വേണമെങ്കിലും കഴിക്കാനായിട്ട് ഫ്രീ ആയിട്ട് കഴിക്കാനായിട്ട് ഹോട്ടലുകാർ പറഞ്ഞു. കാരണം ഒരു പുസ്തകം എഴുതുന്ന ആളെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് വലിയ ആളാണ്. അപ്പൊ ഇദ്ദേഹം ഈ അമേരിക്കക്കാരൻ എന്റെ അടുത്ത് വന്ന്, അപ്പൊ ഞങ്ങൾ ചർച്ച ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ഈ ദ്വിരാഷ്ട്ര ഫോർമുല നമ്മളതൊക്കെയുള്ള കേട്ടിരിക്കുന്നത്, നമ്മുടെ നാട്ടിൽ ഇതൊക്കെയാണ് കേട്ടിരിക്കുന്നത്, ഞാനിത് ചോദിച്ചു അദ്ദേഹത്തോട്. അപ്പൊ അദ്ദേഹം ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥനാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ആരുമായിട്ടാണ് ചർച്ച ചെയ്യുക? ഈ പാലസ്തീനികൾ എന്ന് പറഞ്ഞാൽ 100 ഗ്രൂപ്പുകളാണ്. ഈ ഹമാസ് ഈ പാലസ്തീൻ അതോറിറ്റിനെ അംഗീകരിക്കുന്നില്ല, പാലസ്തീൻ അതോറിറ്റി ഹമാസിനെ അംഗീകരിക്കുന്നില്ല. PLO എന്ന് പറയുന്നത് ഒരുപാട് സംഘടനകളുടെ ഒരു കൂടാരമാണ്. അതിൽ ആരോടാണ് സംസാരിക്കേണ്ടത്, ആരോട് സംസാരിച്ചാലാണ് പാലസ്തീനികളുടെ പ്രതിനിധികളാവുക, ഇത് നമുക്ക് അറിഞ്ഞുകൂടാ. അത്രമാത്രം കെയോട്ടിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആര്? ഇസ്രായേൽ അല്ല, പാലസ്തീനിയൻസ് എന്ന് പറയുന്നത് ഈ അറബി മുസ്ലിംസ്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഗസയിലെ നിവാസികളെ ബന്ദികളാക്കി, ഇസ്രായേലിന്റെ ആളുകളെ മാത്രമല്ല ബന്ദികളാക്കിയിരിക്കുന്നത്, ഈ ഗസയിൽ താമസിക്കുന്ന പാലസ്തീനിയൻ അറബികളെ, അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും ബന്ദികളാക്കി ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയാണ് അവരുടെ ലക്ഷ്യം. സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്തിയെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് അവരെ മുൻപിൽ നിർത്തി, അവരെ മറ്റുള്ളവർ ഇസ്രായേൽ കൊന്നുകളയാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇത് ഹമാസ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അപ്പൊ എന്താണ് യഥാർത്ഥ പ്രശ്നം അവിടെ? നമുക്കൊരു മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്ക് 2000 കിലോമീറ്ററെങ്കിലും ഇല്ലേ? ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്ക് 2000 കിലോമീറ്ററെങ്കിലും ദൂരമുണ്ട്. ഈ 2 രാജ്യങ്ങൾ തമ്മിൽ പൊതുവായ അതിർത്തി ഉണ്ടോ? നമുക്ക് പാകിസ്ഥാൻ പോലെയോ ചൈന പോലെയോ അതിർത്തികളുണ്ടോ? ഇല്ല. അപ്പൊ അതിർത്തി പ്രശ്നമാണോ? അല്ല. ഭൂമി പ്രശ്നമാണോ? അല്ല. പിന്നെ എന്താണ് ഈ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നം? എന്തിനാണ് അവർ തമ്മിൽ ശത്രുത? അതിനൊരു കാരണമുണ്ട്. അത് ഭൂമിശാസ്ത്രപരമോ രാഷ്ട്രീയമോ അല്ല, മതമാണ്. ലോകത്തിന്റെ ഭൂപടത്തിൽ നിന്ന്
ഇസ്രായേലിനെ ഇല്ലാതാക്കണമെന്ന് ഇറാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. ഇറാൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞാല് 1979 ശേഷമുള്ള ഗവൺമെന്റ്. അവിടെ ഗവൺമെന്റ് ഒന്നും ഇല്ല, അത് ഞാൻ പറയാം. എന്തിനാണ്? ഇസ്രായേലിനെ ഇല്ലാതാക്കിയാലേ ഇറാനികളുടെ നഷ്ടപ്പെട്ട ഈമാൻ തിരിച്ചെത്തുകയുള്ളൂ എന്ന ഒരു അന്ധമായ മതഭ്രാന്ത്. അതിനായി ഇറാൻ എന്ത് ചെയ്തു? അനേകം ആഭ്യന്തര കലാപങ്ങളിലൂടെ 1979 ഷായുടെ പാഹ്ലവി കുടുംബ വാഴ്ച അവസാനിപ്പിക്കുകയും ഖൊമൈനിയുടെ കുടുംബം ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു. ഈ ഖൊമൈനി എന്ന് പറയുന്ന അവരുടെ ഒരു പുരോഹിതന്റെ ഇസ്ലാമിക പുരോഹിതൻ, അദ്ദേഹത്തിന്റെ കുടുംബം ഇറാന്റെ ഭരണം ഏറ്റെടുത്തു. ഇറാൻ ഭരണകൂടം എന്ന് പറഞ്ഞാൽ ഈ ഖൊമൈനിയുടെ കുടുംബമാണ്, കുടുംബ വാഴ്ചയാണ്, ഏകഛത്രാധിപത്യമാണ്. 1981 ഇറാൻ ഇസ്രായേലിന്റെ അതിർത്തിയിലുള്ള ലെബനനിൽ ഹിസ്ബുള്ള എന്ന പേരുള്ള ഒരു ഭീകര സംഘടനയ്ക്ക് രൂപം കൊടുത്തു. കാരണം എന്താ? ഇറാൻ വളരെ ദൂരെയാണ്. ഈ ലെബനൻ ഇസ്രായേൽ തൊട്ടടുത്ത് കിടക്കുന്നതാണ്. അവിടെ ഹിസ്ബുള്ള എന്ന പേരിൽ ഒരു ഭീകര സംഘടനയ്ക്ക് രൂപം കൊടുത്തു ഇറാൻ. എന്തിനാണ്? ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണം. അങ്ങനെ തുടച്ചു നീക്കിയാലേ അവർക്ക് നഷ്ടപ്പെട്ടെന്ന് അവർ കരുതുന്ന ഒരു ഇമാമുണ്ട്. നമ്മുടെ ബൈബിളിൽ ഹെനോക്കിന്റെ കഥ പറയില്ലേ, അതുപോലെ എവിടെയോ കാണാണ്ടായി. അദ്ദേഹം തിരിച്ചു വരുമത്രേ. തിരിച്ചു വരണമെങ്കിൽ ഇസ്രായേൽ ഇല്ലാണ്ടാകണം. ഇതാണ് വ്യവസ്ഥ. അതുകൊണ്ട് ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്നും ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇറാൻ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയ്ക്ക് ലെബനനിൽ രൂപം കൊടുത്തു. ഇസ്രായേലിനെതിരെ ഒളിയുദ്ധം നടത്താനായിട്ട് ആളും അർത്ഥവും എല്ലാം നൽകി സഹായിച്ചു. ഒരു യുദ്ധം നടത്തുന്ന സാധന പ്രഖ്യാപിച്ചിട്ടാണ്. എന്നാൽ ഭീകരന്മാർക്ക് അതിന് ആവശ്യമില്ലല്ലോ. അവർക്ക് എന്ത് യുദ്ധം ഏത് തരത്തിലും ചെയ്യാം. ഐക്യരാഷ്ട്രസഭയുള്ള ആളുകൾ അവരെ കൂടെ നിൽക്കും, കമ്മ്യൂണിസ്റ്റുകാരെ കൂടെ നിൽക്കും, കോൺഗ്രസുകാർ അവരെ കൂടെ നിൽക്കും. കാരണം എന്താ? നമ്മുടെ നാട്ടിൽ യഹൂദന്മാരില്ല, നമ്മുടെ നാട്ടില് ഇസ്ലാമേ ഉള്ളൂ. അപ്പൊ അവരുടെ വോട്ട് കിട്ടണം. ഈ രാഷ്ട്രീയക്കാരുടെ അവർക്ക് 5 കൊല്ലത്തേക്ക് ഭരിക്കാനായിട്ട് മുസ്ലിംസിന്റെ വോട്ട് കിട്ടാൻ വേണ്ടി കോൺഗ്രസ് ആണെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിലും മറ്റാരാണെങ്കിലും ഇസ്രായേലിനെ എതിർത്തുകൊണ്ടിരിക്കും. ഇസ്രായേൽ എത്ര സത്യം ചെയ്താലും അതിനെ എതിർത്തുകൊണ്ടിരിക്കും. കാരണം വോട്ടാണ് പ്രശ്നം, വോട്ട് ബാങ്കാണ് പ്രശ്നം. അത് തിരിച്ചറിയാൻ പറ്റാത്ത കുറെ കോന്തന്മാരായ ക്രിസ്ത്യാനികളും നമ്മുടെ നാട്ടിലുണ്ട്. 1970കളിലും 80കളിലും ഗസയിലെ മുസ്ലിമുകൾ ഖുറാൻ പഠിക്കുകയാണെന്ന് കരുതിയിട്ട് ഇസ്രായേലി സർക്കാരുകള് ഇപ്പോഴത്തെ ഹമാസിന്റെ മുൻഗാമിയും 1928 ആരംഭിച്ച ഇസ്ലാമിക ബ്രദർഹുഡിന്റെ പോഷക സംഘടനയുമായ മുജാമ അൽ ഇസ്ലാമിയ എന്ന സംഘടനയെ ചാരിറ്റി സംഘടനയായി രജിസ്റ്റർ ചെയ്തു. ഓർക്കുക, ഈ ഹമാസിന്റെ മുൻപത്തെ രൂപത്തെ ഇസ്ലാമിക യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ അനുവദിച്ചു. ക്ലബ്ബുകളും മോസ്കുകളും പണിതു കൊടുത്തു, സ്കൂളുകൾ ആരംഭിച്ചു. എന്നാൽ 1989 ഇറാന്റെ പിന്തുണയില് ഹമാസ് ഇസ്രായേലിനെതിരെയുള്ള ഒളിയുദ്ധത്തിനുള്ള കോപ്പുകൂട്ടി. പരിശീലനം നൽകുന്നത് ഇറാന്റെ മിലിറ്ററി. ഇവർക്ക് യുദ്ധം ചെയ്യാനുള്ള പരിശീലനം കൊടുക്കുന്നത് ഇറാന്റെ മിലിറ്ററി. ഇസ്രായേൽ അതിർത്തിയിലുള്ള ഗസയിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിച്ച് നശിപ്പിക്കുക എന്നുള്ള നശിപ്പിക്കാനുള്ള തീരുമാനത്തില് 2007 ഹമാസ് യുദ്ധത്തിലൂടെ ഗസ പിടിച്ചെടുത്തു. വാസ്തവത്തിൽ അതിനു മുമ്പേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 2005 തന്നെ ഇസ്രായേൽ അവിടെ നിന്ന് പട്ടാളത്തെ പിൻവലിച്ചിരുന്നു. ഈ ഗാസ ഇങ്ങനെ വെറുതെ അവിടെ പട്ടാളത്തെയും ഒക്കെ നിയമിച്ച് എന്തിനാണ് കാശ് കളയണേ എന്ന് വിചാരിച്ചാണ് ഇസ്രായേൽ പിന്തിരിഞ്ഞത്. ഗാസ പാലസ്തീനയുടെ കയ്യിൽ കിട്ടി, ഹമാസിന്റെ കയ്യിൽ കിട്ടി. അവർ ദേശരാഷ്ട്രം ഉണ്ടാക്കിയോ? 2005 20 കൊല്ലം മുമ്പ് ഗാസ പാലസ്തീനയുടെ കൈവശമായിരുന്നു. ഇസ്രായേൽ അവിടെ അധിനിവേശമില്ലായിരുന്നു. അവരവിടെ ദേശരാഷ്ട്രം ഉണ്ടാക്കിയോ? സമാധാനത്തിൽ ജീവിച്ചോ? ഇല്ല. അവിടെ ഇരുന്നു കൊണ്ട് യുദ്ധം ചെയ്യാനും ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്തിനാണ് ഈ ദ്വിരാഷ്ട്രം എന്നിവർ പറയുന്നത്? അവർക്ക് രാഷ്ട്രം ഉണ്ടാക്കാനല്ല, ഇസ്രായേൽ അംഗീകരിക്കാൻ അവർ തയ്യാറല്ല, അവരുമായി ചർച്ചയ്ക്ക് തയ്യാറല്ല. ഇസ്രായേലിനെ ഉന്മൂലനം നശിപ്പിക്കുക, മുച്ചൂട് നശിപ്പിക്കുന്ന ഒറ്റ ലക്ഷ്യമേ പാലസ്തീനികൾക്കുള്ളൂ. ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന യമൻ, അടുത്തൊരു ഇല്ലേ സിറിയ, യമൻ, ആ സ്ഥലങ്ങള് 90കളിൽ ഹൂത്തികൾ എന്ന സംഘടനയെ ഇറാൻ സൃഷ്ടിച്ചു. ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തി, 3 ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തി. യമനിൽ ആഭ്യന്തര കലാപം തുടങ്ങി. കൊച്ചു കുട്ടികളെ പോലും പട്ടാളക്കാരാക്കി. നിങ്ങൾ അതിന്റെ ഈ യമനിലെ ഹൂത്തികളുടെ യുദ്ധമുറന്ന് ഗൂഗിളിലോ മറ്റൊന്ന് അടിച്ചു നോക്കിക്കോളൂ. അപ്പൊ കാണാം, കൊച്ചു കുട്ടികളെ പട്ടാള യൂണിഫോം ഇട്ടിട്ട് നിർത്തിയിരിക്കുക. ഇല്ലേ, സ്ത്രീകളെ കൊല്ലാൻ വിട്ടുകൊടുക്കുക, കുട്ടികളെ കൊല്ലാൻ വിട്ടുകൊടുക്കുക. അപ്പോ ലോക രാഷ്ട്രങ്ങൾ മുഴുവൻ ഇസ്രായേലിനെതിരെ തിരിയും.
ഇറാന്റെ കയ്യും കാലുമായിട്ട് ഈ 3 ഭീകര സംഘടനകൾ ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തി പ്രവർത്തിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇറാന്റെ പട്ടാളമാണ് അവർക്ക് പരിശീലനം നൽകുന്നത്. ഇറാൻ ഭരണകൂടം എന്ന് പറയുന്ന ഈ പറഞ്ഞ ഖൊമൈനിയുടെ കുടുംബവാഴ്ചയാണ് ഫണ്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കൊരു ഉദാഹരണം മാത്രം നോക്കി അറിയാം. ബഹ്റൈൻ, ഈജിപ്ത്, റഷ്യ, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങൾ 2015 മുസ്ലിം ബ്രദർഹുഡിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു. കാരണം ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ കീഴിലാണ് ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തിയും എല്ലാം വർക്ക് ചെയ്യുന്നത്. ബഹ്റൈൻ, ഈജിപ്ത്, റഷ്യ, സൗദി അറേബ്യ, UAE എല്ലാം മുസ്ലിം രാഷ്ട്രങ്ങളാ. അവരെന്തിനാണ് മുസ്ലിം ബ്രദർഹുഡിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത്? അത്രയും ക്രൂരമായ കൃത്യങ്ങളാണ് ഈ മുസ്ലിം ബ്രദർഹുഡും അതിന്റെ പോഷക സംഘടനയും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോ ഖത്തറും തുർക്കിയുമാണ് മുസ്ലിം ബ്രദർഹുഡിനെ പണം കൊടുത്തും ആളെ കൊടുത്തും സഹായിക്കുന്നത്. അതായത് ഈ ഖത്തറിന് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചത് പറഞ്ഞേ, ഖത്തറിനെ ആക്രമിച്ചിട്ടില്ല. ഹമാസിന്റെ നേതാക്കന്മാർക്ക് അഭയം കൊടുത്തിരിക്കുന്നു. ആ സ്ഥലമാണ് ആക്രമിച്ചത്. അതിൽ ചെറിയൊരു പിഴവ് പറ്റി. ഞാൻ ആക്രമണത്തിന് യുദ്ധത്തിന് വേണ്ടി പറയല്ല, അത് നല്ലതുമല്ല. പക്ഷേ ഇതിനകത്ത് ഒരു വശം മാത്രം പറയുന്നത് ശരിയാണോ? ഈ ഇസ്രായേലിനെ നശിപ്പിക്കുക, അവരവർ ചർച്ച ചെയ്യില്ല, അവർ അംഗീകരിക്കില്ല, അവർ മുച്ചൂടും നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തവർക്ക് ഖത്തർ അഭയം കൊടുക്കുമ്പോൾ ഇത് ശരിയാണോ? അപ്പൊ അതിന്റെ അർത്ഥം ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ഖത്തറും അംഗീകരിക്കുന്നല്ലേ? ഇങ്ങനെ ഈ യമൻ, യോർദാൻ, ലെബനൻ, ഇങ്ങനെ സകല രാജ്യങ്ങളിലൂടെ, സിറിയ, ഇങ്ങനെ ഇസ്രായേലിന്റെ അയൽപ്പക്കത്ത് കിടക്കുന്ന രാജ്യങ്ങളിലൂടെ ഇസ്രായേലിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഇറാൻ. ഇറാൻ എന്ന് പറഞ്ഞാൽ ഇറാൻ ഭരണകൂടം ഞാൻ പറഞ്ഞല്ലോ, ഖുമൈനി കുടുംബത്തിന്റെ മതസ്വച്ഛാധിപത്യം. അവരാണ് നിയമം ഉണ്ടാക്കുന്നത്, വ്യാഖ്യാനിക്കുന്നത്, നടപ്പാക്കുന്നത്. എല്ലാ ദിവസവും എന്താണ് അവർ മുദ്രാവാക്യം പോലെ കുട്ടികളോട് പറഞ്ഞു നോക്കുന്നത്? ഇസ്രായേലിനെ നശിപ്പിക്കുക, അമേരിക്കയെ കൊല്ലുക, ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക. ഇതാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഇത് എല്ലാ ദിവസവും മുദ്രാവാക്യം പോലെ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ലേ കുറച്ച് നാളുകൾക്ക് മുമ്പ് SDPIയുടെ വലിയ കൊച്ചു കുട്ടികളെ കൊണ്ടുവന്നിട്ട് എന്തായിരുന്നു അവരുടെ മുദ്രാവാക്യം? അരിയും മലരും വാങ്ങിവെച്ചോ ഹിന്ദുക്കളെ, കുന്തിരിക്കം കരുതി വെച്ചോ മര്യാദയ്ക്ക് നസ്രാണി എന്ന് SDPI കൊച്ചു പിള്ളേരെ കൊണ്ട് വിളിച്ചത് ഓർക്കുന്നില്ലേ? അരിയും മലരും വാങ്ങിവെച്ചോ ഹിന്ദുക്കളെ, കുന്തിരിക്കം കരുതി വെച്ചോ മര്യാദയ്ക്ക് നസ്രാണി എന്ന് കൊച്ചു കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ചെയ്തത് SDPI കേരളത്തില്. കുട്ടികളുടെ കയ്യിൽ തോക്ക് കൊടുക്കുക, ബോംബ് കൊടുക്കുക, ചാവയറാക്കുക, ഇങ്ങനെ മുദ്രാവാക്യങ്ങൾ വിളിക്കുക, ആശുപത്രിയിൽ നിന്ന് റോക്കറ്റ് അയക്കുക, ക്ലിനിക്കിൽ നിന്ന് ഡ്രോൺ അയക്കുക. എന്നിട്ട് അതിന് നമ്മളാരും പ്രതിരോധിച്ചാൽ ആശുപത്രി ആക്രമിച്ചേ, കുട്ടികളെ കൊന്നേ, സ്ത്രീകളെ കൊന്നേ എന്ന് ലോകത്തോട് വിളിച്ചു പറയാം. ലോക മാധ്യമങ്ങൾ മുഴുവൻ അത് പ്രചരിപ്പിക്കുക. ഈ 3 ഹിസ്ബുള്ള, ലെബനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തികള്, പിന്നെ യോർദാനിലെ ഗസയിലെ ഹമാസ്, ഈ 3 ഭീകര സംഘടനയിലൂടെ ഇറാൻ ഇസ്രായേലിന്റെ പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ ആണവ ഉപകരണങ്ങൾ ഉണ്ടാക്കിയാൽ, ബോംബ് ഉണ്ടാക്കിയാൽ ഇസ്രായേൽ കാത്തിരുന്നോടെ എന്നോട് ചോദിക്കുന്നത്. ഈ ഇസ്രായേൽ എത്ര വലുപ്പമുണ്ട് രാജ്യം? വളരെ ചെറിയ രാജ്യം. ഒരു ബോംബിട്ടാൽ അതിന് തീരും. ആ ബോംബിട്ടതിന് ശേഷം പ്രതികരിക്കാമെന്നാണോ ഇസ്രായേൽ കരുതേണ്ടത്? ആരെങ്കിലും ബാക്കി ഉണ്ടാകുമോ അങ്ങനെ പ്രതികരിക്കാൻ കരുതിയാല്? അതുകൊണ്ടാണ് അവര് ആണവബോംബ് ഉണ്ടാക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇറാൻ പോലെ വലിയ രാജ്യമല്ല ഇസ്രായേൽ, ഒരു ചെറിയ രാജ്യമാണ്. നമ്മുടെ കേരളത്തിന് എത്രയുണ്ടാവും ഈ ഇസ്രായേൽ? നടന്നു തീർക്കാനുള്ള ദൂരേ ഉള്ളൂ ശരിക്കും പറഞ്ഞ. അവിടെ ഒരു ബോംബ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുണ്ടാക്കില്ലേ ബാക്കി. അപ്പൊ ബോംബ് ഇട്ട് കഴിഞ്ഞിട്ട് ഇല്ലേ പ്രതികരിച്ചാൽ മതി എന്ന് പറയുന്നത് മര്യാദയാണോ? ഇസ്രായേലിന് സ്വന്തം ദേശരാഷ്ട്രത്തിന്റെ അതിർത്തികളും പൗരന്മാരും സംരക്ഷിക്കാനും അവരെ സുരക്ഷിതരാക്കാനും കടമയില്ലേ? വേണം. അവർ അത് ചെയ്യുന്നു. കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഒരാളുടെ അസ്തിത്വം അനേകർക്ക് ഭീഷണിയാണെങ്കിൽ അവൻ ഇല്ലാണ്ടാക്കുന്നത് നല്ലത്. 2 തിന്മകൾക്കിടയിൽ ചെറിയ തിന്മ തെരഞ്ഞെടുക്കണമെന്നാണ്. 2 തിന്മകൾക്കിടയിൽ ചെറിയ തിന്മ തെരഞ്ഞെടുക്കണം. ഒരാള് അനേകരെ കൊല്ലുമെങ്കിൽ ഒരാൾ അനേകരെ കൊല്ലും ഉറപ്പാണെങ്കിൽ അനേകരുടെ ജീവൻ രക്ഷിക്കണോ ഒരുത്തന്റെ ജീവൻ രക്ഷിക്കണോ?
ഒരുത്തന്റെ ജീവൻ ബലി കൊടുത്തിട്ട് അനേകരെ രക്ഷിക്കുകയാണ് വേണ്ടത്. അതാണ് ലെസർ ഈവിൾ തെരഞ്ഞെടുക്കാൻ പറയണേ. പക്ഷേ ഈ കുട്ടികളെ കൊല്ലുന്നേ, സ്ത്രീകളെ കൊല്ലുന്നേ എന്ന് ലോകമാധ്യമങ്ങളും ലോകരാഷ്ട്രങ്ങളും ഐക്യരാഷ്ട്രസഭയും ചിലപ്പോൾ കത്തോലിക്ക സഭയെ പോലും അങ്ങനെ വിശ്വസിക്കുന്നു, പറയുന്നു, പ്രചരിപ്പിക്കുന്നു. കുട്ടികൾ മരിക്കുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അവർ പറയാണ്. നമ്മൾ സംസാരിക്കും പറയാണ്. ആരാണ് അംഗീകരിക്കുന്നത്? ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല അത്, പക്ഷെ ഹമാസ് അംഗീകരിക്കുന്നു. സ്ത്രീകളെ കൊല്ലുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ആരാണ് അംഗീകരിക്കുന്നത്? ഇസ്രായേലും അംഗീകരിക്കുന്നില്ല, പക്ഷെ ഹമാസ് അംഗീകരിക്കുന്നു. സിവിലിയൻസിനെ, അതായത് പൗരന്മാരെ കൊല്ലുന്നത് ഞങ്ങൾ ആരും അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ആരാണ് അംഗീകരിക്കുന്നത്? ഇസ്രായേലും അംഗീകരിക്കുന്നില്ല, പക്ഷെ ഹമാസ് അംഗീകരിക്കുന്നു. പൗരന്മാരും സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെട്ടാലേ ഹമാസിന് അന്താരാഷ്ട്ര സപ്പോർട്ട് കിട്ടൂ. അതുകൊണ്ട് ഹമാസാണ് ഈ സ്ത്രീകളെയും കുട്ടികളെയും പൗരന്മാരെയും കൊല്ലാനായിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നത്. ഇസ്രായേൽ പോയി കൊല്ലുകയല്ല ചെയ്യുന്നത്. ഹമാസിന് ആ ഇസ്രായേൽ ബന്ദികളെ വിട്ടുകൊടുത്താൽ എന്താ കുഴപ്പം? ഇനിയും വെച്ചോണ്ടിരിക്കല്ലേ? അത് വിട്ടുകൊടുത്താൽ യുദ്ധം അവസാനിക്കില്ലേ? എന്തിനാണ് ഗസയിലെ പാലസ്തീനികളെ പൗരന്മാരെ ബന്ദികളാക്കി ഹമാസ് വെച്ചിരിക്കുന്നത്? എന്തിനാണ് ആശുപത്രിയിൽ ബോംബ് സൂക്ഷിച്ചിരിക്കുന്നത്? എന്തിനാണ് അറകളിൽ മുഴുവൻ ഡ്രോണുകളും ആയുധങ്ങളും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? എന്തുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല? ഇനി ആരാണ് പാലസ്തീൻകാർക്കുള്ള ഭക്ഷണം വിതരണം ചെയ്യാത്തത്? ഹമാസ് അല്ലേ? ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഐക്യരാഷ്ട്രസഭയല്ലേ, നേതൃത്വമല്ലേ? കഴിഞ്ഞ കൊല്ലം ഒക്ടോബറിൽ ഹമാസ് ഇല്ലേ ഇസ്രായേൽ കടന്നാക്രമിച്ച് 1000 ചില്ലാനം വരെ കൊന്നപ്പോൾ ആ ഭീകരാക്രമണത്തെ ന്യായീകരിച്ചവരാണ് ഈ ഐക്യരാഷ്ട്രസഭ എന്ന് ഓർക്കണം. എന്തുമാത്രം അഴിമതിയാണ് ഈ ഐക്യരാഷ്ട്രസഭയിലെ. എന്നിട്ട് അവിടുത്തെ നയതന്ത്രപതികളൊക്കെ എഴുന്നേറ്റ് പോയി. എഴുന്നേറ്റ് പോയപ്പോ എന്താണ് കാര്യം? എഴുന്നേറ്റ് പോകേണ്ടതാണ്. അത്രമാത്രം അധപതിച്ചിരിക്കുന്നു ഐക്യരാഷ്ട്രസഭ. സ്ത്രീകളെ കൊലക്കി കൊടുക്കേണ്ടത്, കുട്ടികളെ കൊലക്കി കൊടുക്കേണ്ടത് ഹമാസിന്റെയും ഐക്യരാഷ്ട്രസഭയുടെയും ആവശ്യമാണ്. എങ്കിലേ ഇസ്രായേലിനെതിരെയുള്ള ലോകരാഷ്ട്രങ്ങളുടെ അഭിപ്രായ ഐക്യം ഉണ്ടാകൂ. ഇസ്രായേലിനെ പഴിക്കണമല്ലോ. അതിലൊരു ലോകം അവരുടെ പക്ഷത്ത് നിലയുറപ്പിക്കുമെന്ന് ആർക്കാണ് അറിയാവുന്നത്? ഹമാസിന്. മുഖ്യധാര മാധ്യമങ്ങൾ വഴി അവരുടെ ഫണ്ട് മുഖ്യധാര മാധ്യമങ്ങൾ ഇവരുടെ ഫണ്ട് സ്വീകരിക്കുന്നുണ്ടാകണം. അല്ലെങ്കിൽ സത്യം പറഞ്ഞേനെ, അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് വിറ്റഴിക്കാൻ ഉള്ള മാർഗമായിട്ട് അവർ കാണുന്നുണ്ടാകണം. അവർക്ക് സത്യം അറിയാനോ ചരിത്രം അറിയാനോ താല്പര്യമില്ല. അറിഞ്ഞാലും പറയില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സത്യത്തിന് എതിരെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഈ പാലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷൻ യാസർ അറാഫത്തിന്റെ എത്ര ബില്യൺ ഡോളറുകളാണ് ലോകത്തും അമേരിക്ക അടക്കമുള്ള സകല രാജ്യങ്ങളും കൊടുത്തത്? ഈ ബന്ദികളെ മോചിപ്പിക്കാൻ 7 ബില്യൺ ഡോളറാണ് അമേരിക്ക വാഗ്ദാനം ചെയ്തത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇറാൻ പണം എടുത്തു, പക്ഷേ ഹമാസ് ബന്ദികളെ മോചിപ്പിച്ചില്ല എന്നാണ്. ആ പണം ഉപയോഗിച്ചിട്ടാണ് ആണവ ബോംബുകൾ ഉണ്ടാക്കാനായിട്ട് പോയത്. അതുകൊണ്ടാണ് അമേരിക്ക അത് ആക്രമിച്ചത്. ഇതൊക്കെയാണ് സത്യം, ഇതൊക്കെയാണ് ചരിത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ കേൾക്കുന്നതെല്ലാം വേറെ വേറെ കഥകളാണ്. നമ്മൾ ഈ പറയുന്ന ഈ മാധ്യമങ്ങള്, മുഖ്യധാര മാധ്യമങ്ങൾ പറയുന്ന നുണകള്, അവരെന്തുകൊണ്ട് നുണ ഉണ്ടാക്കുന്നു? അവരുടെ പ്രോഡക്റ്റ് വിറ്റഴിക്കണമെങ്കിൽ ആരെ വാങ്ങിക്കുക? ഇന്ത്യയിൽ യഹൂദന്മാരില്ല. അപ്പൊ യഹൂദന്മാർക്കെതിരെ എഴുതിയാല് അവരെ എതിർക്കുന്ന കുറെ പേര് നമ്മുടെ നാട്ടിലുണ്ട്. യഹൂദന്മാരെ എതിർക്കുന്നവര്, അത് ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിംസ് ഉണ്ട്, ഹിന്ദുക്കളുണ്ടാകാതിരിക്കാം. അപ്പൊ അവര് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കും. മുഖ്യധാര മാധ്യമങ്ങൾ വാങ്ങിക്കും. ഇസ്രായേൽ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഇറാന് യുദ്ധം വേണം, ഹമാസിന് യുദ്ധം വേണം. ഒരു ലോകാവസാന യുദ്ധത്തിലൂടെ, അർമാഗഡൻ എന്ന് പറയില്ല വെളിപാട് പുസ്തകം, അതും അവർ നിശ്ചയിക്കുന്ന യുദ്ധമുറയിലൂടെ അവർ ഈ ഇസ്രായേൽ നശിപ്പിച്ചാൽ, ഭൂമുഖത്ത് ഇല്ലാതാക്കിയാൽ, ഏനോക്കിനെ പോലെ കാണാണ്ട് പോയ ഒരു ഇമാം അവർക്കുണ്ടെന്നും ആ ഇമാം തിരിച്ചു വരുമെന്നും ഇറാനിലെ ഈ മത തീവ്രവാദ സർക്കാർ വിചാരിക്കുന്നു. ഈ ലോകത്തിലെ മതങ്ങൾക്ക് ദുഷ്പേരുണ്ടാക്കിയത് ആരാണ്? മതങ്ങളുടെ പേര് ദുഷിപ്പിച്ചത് ആരാണ്? ഇസ്ലാമിന്റെ യുദ്ധക്കൊതിയല്ലേ? അതിന് തടയിടാൻ, പ്രതിരോധിക്കാൻ കുരിശുദ്ധം വേണ്ടി വന്ന ക്രിസ്ത്യാനികൾക്ക്. അപ്പൊ ക്രിസ്ത്യാനികൾ കുറ്റക്കാരായി. ഇപ്പൊ ഇസ്രായേൽ വിചാരണ നേരിടുന്നത് പോലെ കുരിശുദ്ധങ്ങൾക്ക് ക്രിസ്ത്യാനികൾ കുറ്റക്കാരായി. ചരിത്രങ്ങൾ മുഴുവൻ എഴുതി വിട്ടു കുരിശുദ്ധം. നമ്മൾ എവിടെ യുദ്ധം ചെയ്യാൻ പോയത്? ക്രിസ്ത്യാനികൾ എവിടെ യുദ്ധം ചെയ്യാൻ പോയേ?
നമ്മളെ കീഴ്പ്പെടുത്താൻ വന്നപ്പോൾ നമ്മൾ പ്രതിരോധിച്ചു. ഇപ്പൊ ഇസ്രായേൽ ചെയ്യുന്ന പോലെ. അപ്പോ ക്രിസ്ത്യാനികൾ കുറ്റക്കാരായി. ലോക മതങ്ങൾ ഒഴുക്കിയ രക്തത്തിന് അല്ലെ രക്തച്ചൊരിച്ചിൽ കണക്കില്ലെന്നാണ് എല്ലാവരും പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ആര് രക്തപ്പുഴ ഒഴുക്കി? ഒരേ ഒരു മതം, സമാധാന മതക്കാരൻ അറിയപ്പെടുന്ന മതം മാത്രം. ഈ ഐക്യരാഷ്ട്രസഭയില് ബെഞ്ചമിൻ നെതന്യാഹു എഴുന്നേറ്റപ്പോൾ കുറെ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ കുറെ നയതന്ത്ര പ്രതിനിധികൾ പോയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് സത്യം തന്നെ. പക്ഷെ വേറെ ചിലര്, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് അടക്കമുള്ളവര് പറഞ്ഞൊരു പ്രസ്താവന, അത് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണ് പറഞ്ഞതെന്നറിയാമോ? ഇസ്രായേലിന് സുരക്ഷയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തിയാലേ അവിടെ സമാധാനമുണ്ടാകൂ. ശരിയല്ലേ? ഇസ്രായേലിന് സമാധാനത്തിൽ ജീവിക്കണ്ടേ? ഇന്ത്യയിൽ സമാധാനക്കുറവ് ആരുണ്ടാക്കണേ? അവരാവശ്യപ്പെട്ട പോലെ രാജ്യം കൊടുത്തില്ലേ പാകിസ്ഥാൻ? അന്ന് രണ്ടു വശത്തും പാകിസ്ഥാൻ ഇല്ലേ, കിഴക്കും പടിഞ്ഞാറും ഇന്ത്യയിൽ വിഴുങ്ങാൻ പോലെ നിൽക്കുന്ന പോലെയായിരുന്നു. പിന്നെ ഇപ്പം പാകിസ്ഥാനായി, ബംഗ്ലാദേശായി, അവർക്ക് അവരുടെ രാജ്യം കിട്ടിയില്ലേ? ദ്വിരാഷ്ട്രമായില്ലേ? ഇപ്പൊ 3 രാഷ്ട്രമായി. എന്താണ് കിട്ടിയത് ഇല്ലേ? അതിൽ തൃപ്തിപ്പെടാതെ ഇങ്ങനെ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കണേ? എന്താ ഇതൊരു ആർത്തി? ആവശ്യപ്പെട്ട രാജ്യം കിട്ടി, അതിൽ സമാധാനത്തിൽ ജീവിക്കണ്ടേ? ഇവര് സമാധാനത്തിൽ ജീവിക്കോ? പാലസ്തീനികള് ദ്വിരാഷ്ട്രം ഉണ്ടാക്കിയാൽ, ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാനും ഇന്ത്യയും ഉണ്ടാക്കിയിട്ട് അവർ സമാധാനത്തിൽ ജീവിച്ചോ? നമ്മൾ അവരെ ആക്രമിക്കാൻ പോയോ? അവരിങ്ങോട്ടല്ലേ നുഴഞ്ഞ കയറ്റം? അപ്പൊ ഇതെന്താ ചരിത്രത്തിന്റെ പാഠം പഠിക്കാത്ത? അവിടെ ദ്വിരാഷ്ട്രം ഉണ്ടാക്കിയാൽ പാലസ്തീനികൾ സമാധാനത്തിൽ ജീവിക്കുമോ? ഇല്ല, ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇസ്രായേലിന്റെ സുരക്ഷിതത്വവും സുരക്ഷയും ഉറപ്പാക്കാതെ അവിടെ സമാധാനം ഉണ്ടാകില്ല. പാലസ്തീനികൾക്ക് 1936 മുതൽ 1937 മുതൽ ഈ ദ്വിരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഇസ്രായേലും പാലസ്തീൻ രാഷ്ട്രങ്ങൾ ഇത് നിർദ്ദേശിച്ചിട്ട് സ്വീകരിക്കാതിരുന്നത് ഒരൊറ്റ രാജ്യം മാത്രമാണ്, പാലസ്തീനികളാണ്. ഇസ്രായേൽ 1948 രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ രാജ്യം വേണ്ടാത്തത് പാലസ്തീനികൾക്കാണ്, ഇസ്രായേലികൾക്കല്ല. അവർക്ക് രാജ്യമായി കഴിഞ്ഞു. ഇറാന്റെ മുമ്പത്തെ പ്രസിഡന്റ് ഷിമോൻ പെരസ് പറഞ്ഞൊരു വചനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. യുദ്ധത്തിൽ വിജയം വരിച്ചാൽ അത് വിജയമായി ഞങ്ങൾ കണക്കാക്കുന്നില്ല. സമാധാനമാണ് യഥാർത്ഥ വിജയം. ഒരു നിവൃത്തിയുമില്ലാത്തപ്പോൾ മാത്രമാണ് ഞങ്ങൾ ആയുധം കയ്യിലെടുക്കുന്നത്. സ്വയരക്ഷയ്ക്ക്, ദേശരാഷ്ട്രത്തിന്റെ രക്ഷയ്ക്ക്, ഞങ്ങളുടെ പൗരന്മാരുടെ രക്ഷയ്ക്ക്. അങ്ങനെയെങ്കിൽ ദ്വിരാഷ്ട്രമാണ് പാലസ്തീന സമാധാനത്തിന് പരിഹാരമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇറാഖ്, ഇറാൻ, ഇന്ത്യ, ഈജിപ്ത്, സിറിയ, ലിബിയ, നൈജീരിയ, കോങ്കോ, മൊസാംബിക്, പാകിസ്ഥാൻ, ചൈന, ലെബനൻ, സൊമാലിയ, നോർത്ത് കൊറിയ എന്നിങ്ങനെ 56 രാജ്യങ്ങളില് 30 കോടി ക്രിസ്ത്യാനികളെയാണ് ഇസ്ലാം ആക്രമിക്കുന്നത്. ഇപ്പോ 200 കോടി ക്രിസ്ത്യാനികളിൽ 30 കോടി ക്രിസ്ത്യാനികള് മതമർദ്ദനത്തിന് വിധേയമാണ്. കൂട്ടക്കൊല മാത്രമല്ല, നിർബന്ധ മതപരിവർത്തനം, ബലാത്സംഗം, ലൈംഗിക അടിമത്തം, മനുഷ്യക്കടത്ത്, നർക്കോട്ടിക് ജിഹാദ്, അങ്ങനെ അനേകം ക്രൂരമായ മാർഗങ്ങൾ. ഈജിപ്ത് ക്രിസ്ത്യൻ രാജ്യമായിരുന്നില്ലേ? കോപ്റ്റിക് ക്രിസ്ത്യൻസ്. ലെബനോൻ ക്രിസ്ത്യൻ രാജ്യമായിരുന്നില്ലേ? ഈ അടുത്ത കാലം വരെ, 1985 വരെ. ഇപ്പോഴത്തെ അറബ് രാജ്യങ്ങളായ പേർഷ്യ ക്രിസ്ത്യൻ രാജ്യമായിരുന്നില്ലേ? അവരെല്ലാം ഇസ്ലാമിന്റെ മതപ്രസംഗം കേട്ട് മുസൽമാനായതാണോ? അല്ല. യുദ്ധം, ഭീഷണി, ബലാത്സംഗം, അടിമത്തം, ലഹരി മരുന്നുകൾ, അങ്ങനെ അനേകം മാർഗങ്ങള്. 2011 ഇറാഖിലെ ക്രിസ്ത്യാനികളുടെ എണ്ണം 12 ലക്ഷമായിരുന്നു. കൊന്നൊടുക്കി 2011 വരെ ക്രിസ്ത്യാനികൾ ഇറാഖില് 12 ലക്ഷം. 2024 വെറും 1 ലക്ഷമാണ്. 13 കൊല്ലം കൊണ്ട് ഇത്രയും പേരെ കൊന്നൊടുക്കി. അതൊരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു. യഹൂദ, സൊറവാസ്ട്രിയൻ, ക്രിസ്ത്യൻ ഇവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സിറിയയിൽ 15 ലക്ഷമായിരുന്നു 2011 ക്രിസ്ത്യാനികള്. ഇപ്പൊ വെറും 3 ലക്ഷമാണ്. 13 കൊല്ലം കൊണ്ടാണ് ഇവര് ഇല്ലാണ്ടാക്കിയത്. 1940കളിലും 70കളിലും ക്രിസ്ത്യൻ ഭൂരിപക്ഷമായിരുന്ന ലെബനോൻ, ഞാൻ 85 വരെ എന്ന് പറഞ്ഞു, 40കളിലും 70കളിലും ക്രിസ്ത്യൻ ഭൂരിപക്ഷമായിരുന്ന ലെബനോൻ ഇപ്പോൾ ക്രിസ്ത്യാനികൾ 32%. ഇപ്പൊ അതിനേക്കാൾ കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് 20 പറയണു. നമ്മുടെ ജീവിതകാലത്ത് 10-13 കൊല്ലം കൊണ്ടുണ്ടായ കാര്യം പറയണേ. 500-700 കൊല്ലം കൊണ്ടുണ്ടായ സംഗതികളല്ല. എന്തിനാണ് അച്ഛൻ ഇത്രയും പറഞ്ഞത്? എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ നാട് സംരക്ഷിക്കുക എന്നുള്ളത്. കാരണം ദൈവം മനുഷ്യനായ ആളാണ് ഈശോ മിശിഹായെന്ന് നമ്മൾ വിശ്വസിക്കുന്നു.
അവൻ എവിടെയാണ് ജനിച്ചത്? ബേത്ലഹേമില്. അത് ഇസ്രായേലിന്റെ കയ്യിലായിരുന്നപ്പോൾ അവിടെ ക്രിസ്ത്യാനികൾക്ക് സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈജിപ്തിന്റെ കയ്യിലാണ്. അവിടെ ക്രിസ്ത്യാനികളുണ്ടോ? ഉള്ളവർക്ക് സമാധാനമുണ്ടോ? ഈശോ ജനിച്ച സ്ഥലം സംരക്ഷിക്കപ്പെടണ്ടേ? ദൈവം മനുഷ്യനായി വന്ന ആളാണ്, ഭൂമിയിൽ വന്ന ആളാണ്. അവൻ എവിടെയാണ് ജീവിച്ചത്? നസറത്ത്. അത് സംരക്ഷിക്കപ്പെടണ്ടേ? അവൻ എവിടെയാണ് വെള്ളത്തിന് മീതെ നടന്നത്? ഗലീലി തടാകം. കഫർനാവില് അവന് ഇല്ലേ താമസിച്ചു, സുവിശേഷ പ്രഘോഷണം നടത്തി. അവൻ മരിച്ചു യെറൂസലേമില്, ഉയർത്തെഴുന്നേറ്റ് ജെറൂസലേമില്. ഈ സ്ഥലങ്ങൾ സംരക്ഷിക്കപ്പെടണ്ടേ? ദൈവം മനുഷ്യനായി വന്ന ആളാണ്. ദൈവം മനുഷ്യനായി വന്ന ആള്. അവൻ ജീവിച്ച് നടന്ന സ്ഥലങ്ങള് സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ അത് ഈ പാലസ്തീനികളുടെ കയ്യിൽ പോകാൻ പാടില്ല. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ യഹൂദനായിരുന്നു. മറിയം യഹൂദ സ്ത്രീയായിരുന്നു. പത്രോസും പൗലോസും യഹൂദരായിരുന്നു. തോമാസിലൊക്കെ യഹൂദനായിരുന്നു. അതിനാൽ ക്രിസ്ത്യാനികള് ഇസ്രായേലിനോടൊപ്പം നിൽക്കണം. മറിച്ചായാൽ ഈ ചരിത്ര സ്ഥലങ്ങളും ചരിത്ര രേഖകളും ചരിത്ര സ്മാരകങ്ങളും തുടച്ചു മാറ്റപ്പെടും. അത് നശിപ്പിക്കലാണ് സമാധാന മതക്കാരുടെ മുഖ്യമായ അജണ്ട. അത് നമ്മൾ തിരിച്ചറിയണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. 2, ഇപ്പോഴും നാം ദ്വിരാഷ്ട്ര പരിഹാരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് പാലസ്തീനികൾക്കും വേണ്ട, ഇസ്രായേലിനും വേണ്ട. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഉണ്ടായാൽ പോലും പാലസ്തീനികള് അത് സമാധാനത്തിന് വേണ്ടി ഉപയോഗിക്കുകയില്ല. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിൽ നിന്ന്. 3, നമ്മുടെ നാട്ടില്, ഇന്ത്യയിൽ പൊതുവായി മാത്രമല്ല കേരളത്തിൽ പോലും ഇസ്ലാമിന്റെ ആക്രമണം ഉണ്ടായാൽ സഭാ നേതൃത്വം മിണ്ടില്ല. ഹിന്ദുക്കൾ ആക്രമിച്ചാൽ നാം പ്രതികരിക്കും. ഇസ്ലാമിനെതിരെ മിണ്ടിയാൽ അത് വർഗീയതയാകും അത്രേ. ഹിന്ദുക്കൾക്കെതിരെ മിണ്ടിയാൽ അത് വർഗീയതയാകില്ല. ഏത് രാജ്യങ്ങളിലൊക്കെ മുസ്ലിങ്ങൾക്ക് അവസരം കൊടുത്തോ അവിടെയെല്ലാം ഒട്ടകത്തിന് തലവെക്കാൻ സ്ഥലം കൊടുത്ത പോലെയാണ്. അസമാധാനം മാത്രമല്ല, മറ്റ് മതങ്ങളുടെ മരണവുമാണ്. ഇത് അനുവദിക്കണോ? സഹവർത്തിത്വം, സഹവർത്തിത്വം എന്ന് പറഞ്ഞാൽ അത് നടക്കണമെങ്കിൽ 2 കൂട്ടരും സമാധാനത്തിന് ശ്രമിക്കണം, അല്ലെങ്കിൽ ആഗ്രഹിക്കണം. ഒരു കൂട്ടർ മാത്രം സമാധാനം ആഗ്രഹിക്കുകയും മറ്റൊരു കൂട്ടർ യുദ്ധം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെ സമാധാനത്തിൽ സഹവർത്തിത്വം ഉണ്ടാകും? മര്യാദയ്ക്ക് മതപ്രഭാഷണം നടത്തിയോ സുവിശേഷം പ്രസംഗിച്ചോ ആളുകൾ മതപരിവർത്തനം ചെയ്തോട്ടെ. അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളായ മുസ്ലിം സഹോദരങ്ങളോട് പറയാനുള്ളത് ഇതാണ്: സമാധാനപരമായിട്ട് മതപ്രസംഗം നടന്നിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നെങ്കിൽ വളരെ നല്ല കാര്യം. സുവിശേഷ പ്രസംഗം നടത്തിയിട്ട് ആളുകൾ ക്രിസ്ത്യാനികളാകുന്നെങ്കിൽ ആയിക്കോട്ടെ. അതുപോലെ ഹിന്ദുക്കളുടെ സുവിശേഷം, അവരുടെ വേദങ്ങളെ പ്രസംഗിച്ചോട്ടെ. ഓരോരുത്തർക്കും അവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് മതം സ്വീകരിക്കാം. പക്ഷേ യുദ്ധം, ബലാത്സംഗം, ലഹരി മരുന്ന്, ലവ് ജിഹാദ്, ഇങ്ങനെ വൃത്തികെട്ട മാർഗങ്ങളിലൂടെ മതത്തിന് വേണ്ടി നടക്കുന്നത് ശരിയല്ല. അത് തടയുക തന്നെ വേണം. കൊലപാതകവും യുദ്ധവും മതം പ്രചരിപ്പിക്കുന്ന മാർഗമാക്കാൻ പാടില്ല. BJPയുടെയോ RSSന്റെയോ പോഷക സംഘടന പോലെ പ്രവർത്തിക്കുന്ന കാസയുടെ ഭാഷയാണല്ലോ അച്ഛനെന്ന് ചിലർ പറയാം. ഞാൻ കാസയുടെ, ഈ BJPയുടെയോ RSSന്റെയോ പോഷക സംഘടന പോലെ പ്രവർത്തിക്കുന്ന കാസയോട് എനിക്ക് യോജിപ്പില്ല. അതിന്റെ പൊളിറ്റിക്കൽ നിലപാടുകൾ എനിക്ക് യോജിപ്പില്ല. കാസ എന്ന ഷോർട്ട് ഫോം പേരിനോട് പോലും എനിക്ക് യോജിപ്പില്ല, എതിർപ്പുണ്ട് താനും. യോജിപ്പില്ലെന്ന് മാത്രമല്ല, എതിർപ്പുണ്ട് താനും. എന്നാൽ കാസ ഉയർത്തുന്ന ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അനേകം ക്രിസ്ത്യാനികളുടെ വികാരം കാസയുടെ പ്രതികരണങ്ങളിൽ നേളിക്കുന്നുണ്ട്. അത് നമ്മുടെ സഭാ നേതൃത്വം പരിഗണിക്കേണ്ടതുണ്ട്. എന്നാൽ എങ്ങനെയാ സഭാ നേതൃത്വം പരിഗണിക്കുകയെ? കർത്താവിനെ പരസ്യമായി സ്ഥിരമായി അവമാനിക്കാൻ സമവായ കുർബാന അനുവദിച്ചു കൊടുത്തതോടെ മിണ്ടാൻ സാധിക്കാത്ത വിധം ആത്മീയ ശക്തി ചോർന്നു പോയവരാണ് സഭാ നേതൃത്വം. അവരുടെ ധാർമ്മിക ശക്തി ചോർന്നു പോയിരിക്കുന്നു. കാരണം കർത്താവിനെ പരസ്യമായി സ്ഥിരമായി അവമാനിക്കാൻ രേഖാമൂലം അനുവാദം കൊടുത്തിരിക്കുകയാണ്. ഒരു സഭാ നേതൃത്വം ഇതിനേക്കാൾ അഴിയാനില്ല, ഇതിനേക്കാൾ ദുഷിക്കാനില്ല. അതിനാൽ അവർ ആത്മീയ ശക്തി ചോർന്നു പോയിരിക്കുന്നു, ധാർമ്മിക ശക്തി ചോർന്നു പോയിരിക്കുന്നു. തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വിധേയപ്പെട്ട് കർത്താവിന് സ്ഥിരമായി അവമാനിച്ചുകൊണ്ടിരിക്കുന്ന സഭാ നേതൃത്വത്തിന് ഒരക്ഷരം മിണ്ടാൻ കഴിയില്ല. അവർക്ക് കർത്താവിനോട് സ്നേഹമില്ല, കർത്താവിൽ വിശ്വാസമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അവരെക്കുറിച്ച് കർത്താവ് എന്നോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയാം.
മരിച്ചവർ മരിച്ചവരെ കബറടക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. സഭാ നേതൃത്വത്തെക്കുറിച്ച് കർത്താവ് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയുന്നത്, മരിച്ചവരെ കബറടക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇന്ത്യയിലെ സന്യാസമൂഹത്തിലെ ഒരു ഗ്യാദറിങ്ങിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ വിശുദ്ധനായ ഒരു വൈദികൻ പറഞ്ഞ കാര്യം ഞാൻ പറയാണ്. റിലീജിയസ് ലൈഫ് ഈസ് ഡെഡ് ഇൻ ഇന്ത്യ. വി ആർ സിംപ്ലി പ്രൊലോങ്ങിങ് ദ ഫ്യൂണറൽ. ഇന്ത്യയിലെ മതജീവിതം മരിച്ചുപോയി. നമ്മള് കബറടക്കം മാറ്റിവെച്ചിരിക്കുകയാണ്. ക്രിസ്ത്യൻ റിലീജിയസ് ലൈഫ് ഈസ് ഡെഡ് ഇൻ ഇന്ത്യ. വി ആർ സിംപ്ലി പ്രൊലോങ്ങിങ് ദ ഫ്യൂണറൽ. ക്രിസ്തീയ മതജീവിതം ഇന്ത്യയില് ചത്തുപോയി, മോർച്ചറിയിലാണ്. നമ്മള് അതിന്റെ മൃതസംസ്കാരം, കബറടക്കം മാറ്റിവെച്ചിരിക്കുക. അതെ, സഭാ നേതൃത്വം ചത്തുകഴിഞ്ഞു എന്ന കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. ബോഡി മോർച്ചറിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ശവസംസ്കാരത്തിന് സമയം പിന്നീട് അറിയിക്കുന്നതാണ്. മൃതസംസ്കാരം കഴിഞ്ഞ് ബന്ധുമിത്രാദികൾ കാപ്പിയും ബിസ്ക്കറ്റും കഴിച്ചിട്ട് പോകാവൂ. ബന്ധുമിത്രാദികള് ഇതൊരു അറിയിപ്പായി സ്വീകരിക്കേണ്ടതാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.